നമസ്തേ ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അർജുനെ കാണാതായിട്ട് 5-ാം ദിവസം. തുടക്കത്തിലെ മന്ദഗതിയിലുണ്ടായിരുന്ന രക്ഷാപ്രവർത്തനം പിന്നീട് കൃത്യമായ ഇടപെടലുകളുടെ കാര്യക്ഷമമാകുന്നത് നാം കണ്ടതാണ്. പക്ഷേ അർജുൻ എവിടെ എന്നുള്ള ചോദ്യം ഇപ്പോഴും അകലെയാണ്. ഓരോ നിമിഷവും പ്രത്യാശയുടേത് തന്നെയാണ്. പ്രാർത്ഥനകളുടെ കൂടി ഒരു നാട് മുഴുവൻ അർജുനായി കാത്തിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി അറിയാൻ സാധിച്ചത് റഡാർ ചില സിഗ്നലുകൾ കാണിക്കുന്നു എന്നുള്ളതാണ്. ആ പ്രത്യാശയിൽ തന്നെയാണ് നാം ഓരോരുത്തരും. ഇന്ന് നമ്മോടൊപ്പം ജനം ഡിബേറ്റിൽ ചേരുന്നവർ ദുരന്ത നിവാരണ സമിതി അംഗം ഡോക്ടർ ശേഖർ കുര്യാക്കോസ്, ദുരന്ത പ്രതിരോധ വിദഗ്ധൻ രഞ്ജിത്ത് ഇസ്രായേൽ, റിട്ടയർഡ് ഹൈഡ്രോഗ്രാഫർ സതീഷ് ഗോപി, ഫ്രീലാൻസ് കൺസൾട്ടന്റ് ESG സുന്ദരരാജൻ, സാമൂഹ്യ നിരീക്ഷകൻ വിദ്യാസാഗർ ഗുരുമൂർത്തി, ഒപ്പം അർജുന്റെ അയൽവാസിയായ രവീന്ദ്രൻ എന്നിവരാണ്. അതിഥികൾക്കും പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ആദ്യം ദുരന്തമുഖത്ത് നിന്നും രഞ്ജിത്ത് ഇസ്രായേൽ ചേരുകയാണ്. രഞ്ജിത്ത്, ഏറ്റവും ഒടുവിലായി അറിയാൻ സാധിച്ചത് റഡാർ സിഗ്നലുകൾ ലഭിച്ചു തുടങ്ങി. പാറയുടെയോ മണ്ണിൻ്റെയോ അല്ലാത്ത ലോഹത്തിൻ്റെതായിട്ടുള്ള ചില സിഗ്നലുകളാണ് ലഭിച്ചതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രത്യാശയോടെ പ്രാർത്ഥനയോടെ ഒരു നാട് മുഴുവൻ കാത്തിരിക്കുകയാണ്. തുടർന്നുള്ള നീക്കങ്ങൾ എപ്രകാരമാണ് അവിടെ? ശ്രീ രഞ്ജിത്ത്, കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? അദ്ദേഹത്തിലേക്ക് എത്താം. കണക്ടിവിറ്റിയിൽ ചില സാങ്കേതിക തകരാറുകളുണ്ട്. ശ്രീ സതീഷ് ഗോപി, അങ്ങേയറ്റം ദുഃഖകരമായ ഒരു സംഭവം തന്നെയാണ് ഉണ്ടായത്. 5 ദിവസം പിന്നിടുകയാണ് ഇത്ര വലിയ ഒരു മണ്ണിടിച്ചിലുണ്ടായതിനു ശേഷം. ഇതിൽ രക്ഷാപ്രവർത്തനങ്ങൾ അടക്കം ആദ്യ മണിക്കൂറുകളിൽ മന്ദഗതിയിലായിരുന്നു എന്നുള്ള ചില ആരോപണങ്ങൾ വരുന്നുണ്ട്. പക്ഷേ കഴിവിൻ്റെ പരമാവധി തങ്ങൾ ശ്രമിക്കുകയാണ് എന്നാണ് രക്ഷാദൗത്യ സംഘങ്ങൾ പറയുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ ലോറിയുടെ GPS സംവിധാനത്തിൻ്റെ സിഗ്നൽ ലഭിച്ചവിടത്ത് നിന്ന് തന്നെയാണ് GPRൻ്റെ സിഗ്നലുകളും ലഭിക്കുന്നത് എന്നറിയാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് എത്രത്തോളം പ്രതീക്ഷിക്കാം കാര്യങ്ങളിലേക്ക്? വളരെ സങ്കടകരമായ ഒരു അവസ്ഥ തന്നെയാണ്. കേരളം ഒരാഴ്ച മുമ്പ് വേറൊരു അതിദാരുണമായ മരണത്തിന് സാക്ഷ്യം വഹിച്ചു. ഇത് വീണ്ടും അതേപോലെ. ശ്രീ സതീഷ് ഗോപി, ദയവായി ക്ഷമിക്കുക, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. രഞ്ജിത്തിലേക്ക് പോകേണ്ടതുണ്ട്. അദ്ദേഹം ആ സംഭവ സ്ഥലത്ത് നിന്ന് ചേരുന്നതായതുകൊണ്ടാണ്. ശ്രീ രഞ്ജിത്ത്, കേൾക്കാൻ സാധിക്കുന്നുണ്ടല്ലോ അല്ലേ? അവിടെ തുടർ നീക്കങ്ങൾ എപ്രകാരമാണ്? ഞങ്ങൾ 3 മണി, ഇന്ന് 5-ാം ദിവസമാണ്, 3 മണി എത്തുന്നവർ ഇത് റോങ് ആയിട്ടുള്ള ദിശയിലാണ് പോയിക്കൊണ്ടിരുന്നത്. വളരെ വിഷമകരമുണ്ട്. ഇപ്പോൾ ലൈവിന് കേരളത്തിലുള്ള എല്ലാ ചാനലുകൾക്കും ലൈവ് കൊടുത്ത് നമുക്ക് അധികം സംസാരിക്കാൻ സമയമില്ല. കാരണം ഇത് മാക്സിമം ഓപ്പറേറ്റ് ചെയ്യാനുള്ള തിരക്കിലാണ്. ഭയങ്കര ചെളിയും, ദേഹം മുഴുവൻ ചെളിയും. ഇപ്പോഴാണ് അല്പം കഴിക്കുന്നത് തന്നെ. എന്നുള്ള ഉറക്കമില്ല, വെള്ളം പോലെ കുടിക്കുന്നത് എൻ്റെ പുറകിലായിരുന്നു. ഒരു 3 മണിയുടെ റോങ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ കളക്ടറിന് ആവശ്യപ്പെട്ട ഒരു പോയിന്റ് ട്രേസ് ചെയ്തിട്ടുണ്ട് GPR ലൊക്കേഷൻ വെച്ച്. അത് 100% അത് ട്രക്കാന്ന് തീരുമാനിച്ചിട്ടില്ല. പക്ഷേ ആ ഇതിലേക്ക് ഒരു 5 പ്രൊക്ലൈനേഴ്സ് കളക്ടറിന് ആവശ്യപ്പെട്ട് ആ ദിശയിലേക്ക് മാറിയിട്ടുണ്ട്. കാരണം ഫസ്റ്റ് സെർച്ച് നടത്തേണ്ട അവിടെ എല്ലാവരും നിൽക്കുമ്പോൾ നമ്മുടെ മനാഫിൻ്റെയൊക്കെ നിയമം, അതായത് ഇവരൊക്കെ ബന്ധുക്കളൊക്കെ നിയമം പോലെ തന്നെയാണ് നമ്മുടെ കറക്റ്റ് ആ പൊസിഷനിൽ കറക്റ്റ് സെർച്ച് നടന്നിട്ടില്ല. നമ്മളപ്പോൾ 5 പ്രൊക്ലൈനേഴ്സ് മാറ്റി ആ കറക്റ്റ് പൊസിഷനിൽ സെർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. രഞ്ജിത്ത്, അതോടൊപ്പം ഒന്ന് ചോദിക്കട്ടെ, ഈ മണ്ണ് നീക്കം ചെയ്ത് ഈ സിഗ്നൽ ലഭിച്ച ഭാഗത്തേക്ക് എത്താൻ എത്ര മണിക്കൂറുകളുടെ ഒരു കാലതാമസം വരും? എല്ലാം മണ്ണ് വളരെയധികം എന്താ പറയുക, അരക്കെട്ട് താഴ്ന്നുമാണ്. ഇപ്പൊ ആദ്യമായിട്ടാണ് അവിടെ കയറി. നമ്മൾ വന്നതിന് ശേഷമാണ് അതിന്റെ മുകളിൽ GPR എടുക്കുന്നത് തന്നെ. അരക്കെട്ട് താഴ്ന്നു പോകുന്ന രീതിയിലുള്ള ചെളിയാണ് അവിടെ. എന്നാൽ അതിന്റെ മുകളിൽ GPR എടുക്കേണ്ടതുണ്ട്. കാരണം ആ ലൊക്കേഷൻ നമുക്കിപ്പോൾ ഒരു ട്രേസ് ചെയ്ത ഭാഗത്ത് അവിടെയാണ് ഇപ്പം ഇത് പ്രൊക്ലൈനേഴ്സ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ദിശ കാണിച്ചുകൊണ്ട് ഇപ്പം ആ ദിശ നമ്മൾ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ പോൾ വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മാർക്ക് ദിശ അനുസരിച്ച് അവിടെ എല്ലാം ഒന്ന് സെർച്ച് നടക്കാം, ഡീപ്പായിട്ടുള്ള സെർച്ച് നടക്കുകയാണത്. രാത്രിയായി കഴിഞ്ഞല്ലോ, എത്ര സമയം വരെ ഈ രക്ഷാപ്രവർത്തനം നടത്തുമെന്നാണ് അവിടുന്ന്? ഇല്ല, മാക്സിമം ഇപ്പോൾ ഔട്ട് ചെയ്യാം. ടയർഡാണ്, ഉറങ്ങിയിട്ടില്ല, എല്ലാം ടയർഡാണ്, വളരെ ഇതാണ്, വിട്ടുവിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ ചെയ്യാണ്. കാരണം നമുക്കൊരു സഹോദരൻ അവിടെ കിടക്കുകയാണ്. ഒരു അർജുൻ എന്ന് പറഞ്ഞ ദിവസം 5 അനാസ്ഥ കൊണ്ട് 5 ദിവസം കഴിയുന്നു. സ്വമേധയാ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നതാണ് രക്ഷാപ്രവർത്തനത്തിന്. സ്വമേധയാണ്. ഞാൻ NDRFന്റെ ഞാൻ കോൺടാക്ട് ചെയ്തു. അവരും ഇത് ലൊക്കേഷൻ ഇട്ട് ഇവിടെ വന്നപ്പോൾ കളക്ടർ ഗണേഷ് കുമാർ സാർ സപ്പോർട്ട് വന്നിട്ടുണ്ട്. സാർ വന്നപ്പോൾ കളക്ടർ ഓൺ ദ വേക്ക് തന്നെ പുള്ളിക്കാരി വിളിച്ചായിരുന്നു. സ്ത്രീ ആയിരുന്നു ഇവിടെ നിൽക്കുന്നത്. സംസാരിച്ച കാര്യങ്ങളെല്ലാം ഉള്ള. പിന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാക്സിമം നമ്മൾ ഇവിടുത്തെ ഇത്ര നേരം വെറും മോശമായിട്ടുള്ള സെർച്ച് തന്നെയായിരുന്നു എൻ്റെ അഭിപ്രായം. വളരെയധികം ഈ 5 ദിവസവും കളഞ്ഞ് കുളിച്ചുള്ള ചേർച്ചായിരുന്നു. രഞ്ജിത്ത്, അതായത് ഇപ്പോഴും ഈ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തിയാണ്. ആവശ്യത്തിന് ആൾക്കാരുണ്ട് എന്ന് തന്നെയാണോ രഞ്ജിത്തിന്റെ അഭിപ്രായം? യന്ത്രം വെച്ച് അങ്ങനെയുള്ള ഒരു പൊസിഷൻ വരുമ്പോൾ ട്രയാങ്കിൾ നമ്മളൊരു സർക്കിൾ ചെയ്തിട്ടുണ്ട്. ആ സർക്കിളിനകത്തുള്ള മാത്രം ഡിബ്രിസ് മാറ്റിയാണ് ഇപ്പോൾ ചെയ്യുന്നത്.
രഞ്ജിത്ത്, ഇപ്പോൾ നടത്തുന്ന തിരച്ചിലെങ്കിലും താങ്കൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു തൃപ്തിയുണ്ടോ? ഇപ്പോഴാണ് ഏറ്റവും തൃപ്തികരമാണ്. നമ്മള് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള സ്ഥലങ്ങളാണ് ഇപ്പോൾ സെർച്ച് ചെയ്യുന്നത്. ഹൈ ചാൻസ് ഉള്ള ഒരു ചില സ്ഥലങ്ങളാണ് നമ്മൾ ആദ്യം സെർച്ച് തുടങ്ങുന്നത്. അതിനുശേഷം മാത്രമേ നമ്മൾ ലോ ചാൻസിലേക്ക് നീങ്ങത്തുള്ളൂ. നമ്മൾ ഹൈ ചാൻസിലോടെ തന്നെ ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഇപ്പോൾ NDRF ആയിട്ട് നമ്മൾ ജോയിന്റ് ആയിട്ട് ചെയ്യുന്നത്. NDRF ആയിട്ടുള്ള കൂടി ആലോചിച്ച് ആ നിർദ്ദേശം കളക്ടറും ഡെപ്യൂട്ടി കളക്ടർ ഇന്നത്തെ ADM പിന്നെ മിനിസ്റ്റർ വന്നായിരുന്നു, MLA, അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഒരു മൂവ്മെന്റാണ് നടത്തുന്നത്. ശ്രീ രഞ്ജിത്ത്, താങ്കൾക്ക് അറിയാമല്ലോ, ആദ്യ മണിക്കൂറുകൾ വളരെ മന്ദഗതിയിലായിരുന്നു. ഒരു പക്ഷേ അല്പം കൂടി കാര്യക്ഷമമായ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നെങ്കിൽ. 5-ാം ദിവസം വരെ ഇത് ഒരു റോങ് ദിശയിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അവർക്ക് എന്തോ ഒരു വഴിയിലെ ചെളിയും മണ്ണ് മാറ്റി കൊടുക്കുക, റോഡ് കിടക്കുന്ന അടിയൊന്നും മാറ്റുന്നില്ല. അവരെന്തോ ഒരു വേറെ രീതിയിൽ എന്തോ പോലെ എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കത് ഇവിടെ നിന്ന് സംസാരിച്ചത് ശരിയാകത്തില്ല. രഞ്ജിത്ത്, ഈ അവസാന മണിക്കൂറുകളിലെങ്കിലും അവരുടെ ഒരു പ്രതികരണം, ഈ ഔദ്യോഗിക വിഭാഗത്തിന്റെ ഒരു പ്രതികരണം എങ്ങനെയാണ്? ഞാനിപ്പോ കാര്യങ്ങൾ മാത്രം ഇത് മാത്രമേ ഞാൻ അറിയിക്കുന്നുള്ളൂ. അല്ലാതെ വേറെ ഒന്നും പ്രതികരിക്കേണ്ട കാര്യങ്ങൾക്കൊന്നുമില്ല. ഞാനിപ്പോ എന്തായാലും ഈ ലോറി ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ശ്രമിച്ചത്, അപ്പൊ അതിൽ മാത്രമേ ഫോക്കസ് ഉള്ളൂ. ബാക്കിയെല്ലാം പിന്നീടുള്ള കാര്യങ്ങളാണ്. എന്തായാലും എത്രയും പെട്ടെന്ന് ആ ലോറി ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. രഞ്ജിത്ത്, നമുക്ക് ലോറിയുടെ ഘടന അറിയാം. അവർ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ക്യാബിനൊക്കെ വളരെ സുരക്ഷിതമായി തന്നെയാണ് ഉള്ളത്. അർജുൻ അതിനുള്ളിലാണ് എങ്കിൽ അല്ല, ആ ലോറി ഫൈൻഡ് ഔട്ട് ചെയ്യാണ്. നമ്മൾ ഇപ്പോൾ ഫോക്കസ് ലോറി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ മാത്രമാണ്. ഇപ്പോൾ അവർ ഫോക്കസ് നിൽക്കുകയാണ്. ലോറി ഫൈൻഡ് ഔട്ട് ചെയ്യാണ് അത് നിൽക്കുക. നമ്മൾ ലോറി ഫൈൻഡ് ഔട്ട് ചെയ്യാത്ത ലോഗ് ഞങ്ങൾ തടിയോ പോയിട്ടുണ്ടെങ്കിൽ അത് ആ തടിയെ ട്രേസ് നമ്മൾ ലോറി ഫൈൻഡ് ഔട്ട് ചെയ്താൽ ഈ ലോറി അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. ആ ലോറി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാലും വെളിയിറക്കാതെ 100% ഷുവർ ലോറി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാലും വെളിയിറക്കാതെ. അതിനുവേണ്ടിയാണ് അത് ഒരു ഹ്യൂജ് ലാൻഡ് സ്ലൈഡാണ്. നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്തൊരു ഹെവി ആയിട്ടുള്ള ലാൻഡ് സ്ലൈഡാണ്. വീഡിയോ കാണുന്ന പോലെ അല്ല. അതെ, എന്തായാലും രഞ്ജിത്ത്, താങ്കളുടെ സേവനം അങ്ങേയറ്റം പ്രകീർത്തിക്കത്തക്കത് തന്നെയാണ്. വളരെ നന്ദി ഞങ്ങളോട് സംഭവ സ്ഥലത്ത് നിന്ന് ഇത്രയും സമയം പ്രതികരിച്ചതിന്. പ്രത്യാശയുടെ ഒരു പൊൻകിരണം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. GPR സംവിധാനങ്ങൾ ഇപ്പോൾ പാറയുടെയോ മണ്ണിൻ്റെയോ അല്ലാത്തതായിട്ടുള്ള സിഗ്നലുകൾ കാണിക്കുന്നുണ്ട്. അത് ഈ ട്രക്കിൻ്റേത് തന്നെയാണ് എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് രക്ഷാദൗത്യം മുന്നോട്ട് പോകുന്നത്. പക്ഷേ അതീവ ദുഷ്കരം തന്നെയാണ്. ചെളിയും വെള്ളവും നിറഞ്ഞ വളരെ ഇളക്കമുള്ള മണ്ണാണ്. അതുകൊണ്ട് തന്നെ രക്ഷാദൗത്യ സംഘത്തിന് അവിടേക്ക് എത്തിച്ചേരുന്നതിൽ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ശ്രീ സതീഷ് ഗോപി, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കാലതാമസം രക്ഷാപ്രവർത്തനത്തിനൊരു പ്രതികൂല ഘടകമായി, അതോടൊപ്പം കാലാവസ്ഥ അങ്ങേയറ്റം പ്രതികൂലമായി തന്നെ ഈ അവസാന മണിക്കൂറുകളിലും നിൽക്കുന്നു. എന്തായാലും ഇനി എങ്ങനെയും ആ ട്രക്ക് കണ്ടെത്തുക, അതിനുള്ളിൽ ജീവന്റെ ഒരു അംശമെങ്കിലും ഉണ്ടെങ്കിൽ അർജുനെ പുറത്തേക്ക് എടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതെ, തീർച്ചയായും വളരെ സങ്കടകരമായ ഒരു അവസ്ഥ തന്നെയാണ്. ഒരു അപകടം നടന്നിരിക്കുന്നു, 100 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെയും അപകടത്തിൽപ്പെട്ട ആൾ ഓടിച്ചിരുന്ന ലോറിയോ അല്ലെങ്കിൽ ആ ആളിനെയോ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് നമ്മുടെ ഒരു വീഴ്ചയായിട്ട് തന്നെ കരുതേണ്ടി വരും. ഇപ്പോൾ ഗോവ മംഗളൂർ ദേശീയപാതയിലെ ഉത്തര കന്നഡയിലെ അങ്കോള ഷിയൂർ ഭാഗത്താണ്, ഒരു മലഞ്ചെരുവിലാണ് ഈ അപകടം നടന്നിരിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. 2005 ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി നമ്മുടെ സംസ്ഥാനങ്ങൾക്കെല്ലാം, എല്ലാ സംസ്ഥാനങ്ങൾക്കും ഓരോ സെൻറ്റർ സ്ഥാപിക്കണമെന്നും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആക്ട് അനുസരിച്ചിട്ട് നിർദ്ദേശിച്ചിരുന്നു. അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങൾക്കും അവിടെ ലോക്കലൈസ് ചെയ്ത് സെൻറ്റർ തുടങ്ങണമെന്നും ആ സെൻറ്റർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് വ്യക്തമായ നിർദ്ദേശം കൊടുത്തിരുന്നു. അത് മാത്രമല്ല, ഓരോ തരത്തിലുള്ള ദുരന്തങ്ങൾ, അതായത് ലാൻഡ് സ്ലൈഡ് വന്നാൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ സുനാമി വന്നാൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ കൊടുങ്കാറ്റ് വന്നാൽ എന്ത് ചെയ്യണം, ചുഴലിക്കൊടുങ്കാറ്റ് വന്നാൽ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതിശക്തമായ വളരെ ശക്തമായ മഴ വന്ന് വെള്ളപ്പൊക്കം വരികയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾക്കെല്ലാം വിശദമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിൽ ലാൻഡ് സ്ലൈഡിനെ കുറിച്ച് ഇന്ത്യയുടെ ഒരു ചിത്രം തന്നെ തയ്യാറാക്കി എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇതിൻ്റെ ഭാഗമായി തന്നെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഇൻ്റർനെറ്റിൽ ലഭ്യവുമാണ്. ആ ചിത്രം നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലാൻഡ് സ്ലൈഡ് വരാനുള്ള ചാൻസസ് അത് ഹിമാലയൻ മലനിരകളിലാണ്. ലോകത്ത് ഉണ്ടായിട്ടുള്ള ലാൻഡ് സ്ലൈഡിൽ 30% ഹിമാലയൻ മലനിരകളിലാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പശ്ചിമഘട്ടം, അതായത് ഈ ഉത്തര കന്നഡ ഗോവ വരെ നീണ്ടുകിടക്കുന്ന, കേരളം മുതൽ നീണ്ടുകിടക്കുന്ന പശ്ചിമഘട്ടം, ഈ പശ്ചിമഘട്ടവും വിന്ധ്യ സത്പുര എന്ന് പറയുന്ന ആ മൗണ്ടനസ് റേഞ്ചും അത് വളരെ ലാൻഡ് സ്ലൈഡ് കുറഞ്ഞ മേഖലയാണ്. അതായത് ആവറേജ് മാത്രം ലാൻഡ് സ്ലൈഡ് വരാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണെന്ന് ഈ മാപ്പിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ പറയുന്ന
അങ്കോള ഷിരൂർ ഭാഗത്ത് ഒരു റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഏറ്റവും ലാൻഡ് സ്ലൈഡ് വരാൻ സാധ്യതയുള്ള അപകടകരമായ സ്ഥലം. ചോദ്യം ഒന്നേ ഉള്ളൂ, ഒരു മലഞ്ചെരുവാണ്, ഒരു റോഡാണ്, പിന്നെ ഒരു നദിയാണ്. ഇവിടെ ഈ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി അവർ നിർദ്ദേശിക്കുന്ന തരത്തിൽ ആ മലഞ്ചെരുവിനെ ലാൻഡ് സ്ലൈഡ് വരാത്ത രീതിയിൽ സംരക്ഷിച്ചിട്ടുണ്ടോ? ഒന്നാമത്തെ ചോദ്യമാണ്. അതിന് ഒരുപാട് മാർഗങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തൊക്കെ മാർഗം? പിന്നീട് നെറ്റ് വഴി നമുക്ക് അത് സംരക്ഷിക്കാം. അത് കയർ കൊണ്ടുള്ള ജിയോ ടെക്സ്റ്റൈൽസ് വഴി അവിടുത്തെ സോയിലിനെ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്താം. കോൺക്രീറ്റ് മിശ്രിതം നമുക്ക് ഇഞ്ചക്ട് ചെയ്ത്, അതായത് ഭൂമിയിൽ ഇഞ്ചക്ട് ചെയ്ത് ആ സോയിലിനെ സ്റ്റെബിലൈസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് റീറ്റെയിനിങ് വാൾ കെട്ടി ലാൻഡ് സ്ലൈഡ് പ്രതിരോധിക്കാം. അല്ലെങ്കിൽ കോൺക്രീറ്റ് ലൈനിങ് കൊടുത്ത് നമുക്ക് ലാൻഡ് സ്ലൈഡിനെ പ്രതിരോധിക്കാം. ഇതിൽ ഏതെങ്കിലും അവിടെ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട മിറ്റിഗേറ്റീവ് മെഷേഴ്സ് എന്തെങ്കിലും നമ്മൾ എടുത്തിട്ടുണ്ടോ? ഒരു ദുരന്തം വന്നതിന് ശേഷം അതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ റെസ്പോൺസ് നമ്മൾ എടുക്കുന്നതിന് മുൻപ് നമ്മൾ എന്ത് മിറ്റിഗേറ്റീവ് മെഷേഴ്സ് എടുത്തിട്ടുണ്ട്, നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, എന്ത് കാര്യങ്ങൾ ഇത് ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇത് പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച വന്നിട്ടുണ്ട്. ഓരോരോ കാര്യത്തിലും ഒരു ദുരന്തം വരുമ്പോൾ മാത്രം ആക്ട് ചെയ്യുന്ന ഒരു സമൂഹമായിട്ട് നിർഭാഗ്യവശാൽ നമ്മൾ മാറിപ്പോകുന്നുണ്ട്. അത് വളരെ നിർഭാഗ്യകരമാണ്. അതെ, അതുമാത്രമല്ല രക്ഷാപ്രവർത്തനം പോലും ആദ്യ മണിക്കൂറുകളിലേറെ. അതെ, തീർച്ചയായിട്ടും രക്ഷാപ്രവർത്തന റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ക്വിക്ക് റെസ്പോൺസ് ആയിരിക്കണം. അതെ, തീർച്ചയായും താങ്കളിലേക്ക് എത്താം. ഇപ്പോൾ അർജുന്റെ അയൽവാസിയായ രവീന്ദ്രൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ രവീന്ദ്രൻ, അങ്ങേയറ്റം സങ്കടകരമായ സാഹചര്യത്തിൽ കൂടെയാണ് കുടുംബം പോകുന്നത്. അവർക്ക് ഓരോ ദിവസവും പ്രതീക്ഷയുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ മാധ്യമങ്ങൾക്ക് മുൻപാകെയൊക്കെ വന്നത്. പോലീസിൽ അർജുനെ കാണാനില്ല എന്നുള്ള പരാതി നൽകിയത്. പക്ഷേ എല്ലാ ക്ഷമയും അല്ലെങ്കിൽ അവരുടെ എല്ലാ പ്രതീക്ഷയും ഒക്കെ തല്ലിക്കെടുത്തുന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ 4 ദിവസത്തെയും തിരച്ചിൽ എന്ന് വേണം പറയേണ്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ചില റഡാർ സിഗ്നലുകൾ ലഭിക്കുന്നുണ്ട്. അത് അർജുൻ്റെ ട്രക്കിൻ്റെതാകട്ടെ എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നാം എല്ലാവരും. ആ വീട്ടിലെ സാഹചര്യം ഇപ്പോൾ എങ്ങനെയാണ്? താങ്കളോട് അവിടെ ബന്ധുക്കളൊക്കെ എന്താണ് പങ്കുവയ്ക്കുന്നത്? താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ആ റഡാറിൽ കാണുന്നത് അർജുൻ്റെ വണ്ടി ആയിരിക്കണേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് നമുക്കുള്ളത്. ആദ്യമായിട്ട് ആ വിധത്തിൽ അത് കണ്ടെത്തി നമുക്ക് അർജുനെ വീണ്ടെടുക്കാൻ കഴിയുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയൊരു കാര്യം. നമ്മൾ ഈ സംഭവം, ഈ ഒരു ദുരന്തമുണ്ടായിട്ട് 100 മണിക്കൂർ കഴിഞ്ഞിട്ടും നമ്മളുടെ ഓരോ ഒഴിവൊഴിവുകൾ പറഞ്ഞ് മുന്നോട്ട് പോകുകയെന്നല്ലാതെ ഒരു സ്ഥിരമായിട്ടൊരു സംവിധാനം, അതായത് ഒരു രാവിലെ ഡേ ടൈം 24 hours വർക്ക് ചെയ്യാനുള്ള ഒരു സജ്ജീകരണങ്ങളും അവിടെ ചെയ്തിട്ടില്ല. കാരണം ടെമ്പററി ആയിട്ട് ആണെങ്കിൽ പോലും അവിടെ ലൈറ്റിൻ്റെ സംവിധാനങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മീഡിയയിൽ ചാനലുകൾ നോക്കി മനസ്സിലാവുന്നത്. അങ്ങനെ 24 മണിക്കൂറും അവിടെ സജ്ജീകരണത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന JCB ഒന്നല്ല അവിടെ വർക്ക് ചെയ്യേണ്ടത്. പൊക്ലൈൻ, വലിയ ബൂം ലെങ്ത്തുള്ള പൊക്ലൈൻ ഉണ്ട്. അത് ഡിഫൻസിൻ്റെ അടുത്തൊക്കെ അതിലുള്ള ഡോസറുണ്ട്. അങ്ങനെയുള്ള സാധനം കൊണ്ട് മണ്ണ് തൊട്ടടുത്ത് നിന്ന് പിറകോട്ടായി കൊടുത്തിട്ട് ഈ JCBയിലോ മറ്റേലോ ലോഡ് ചെയ്ത് വിടാവുന്നതാണ്. ഇതിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു JCB ലോഡ് ചെയ്തിട്ട് വണ്ടിയിലേക്ക് ഇടണം. അതിന് പകരം മണ്ണ് എത്രയും പെട്ടെന്ന് അവിടുന്ന് നീക്കി ഒഴിവാക്കുക. ഈ പൊക്ലൈനോ മറ്റോ ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ബൂം ലെങ്ത്തുള്ള ഒരു 15 മീറ്റർ 20 മീറ്ററൊക്കെ ബൂം ലെങ്ത്തുള്ള പൊക്ലൈൻസ് ഉണ്ട്. ശ്രീ രവീന്ദ്രൻ, അർജുന്റെ സഹോദരങ്ങൾ, അടുത്ത ബന്ധുക്കൾ അവിടെ സംഭവ സ്ഥലത്തുണ്ടല്ലോ. അവർ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ അവസാന മണിക്കൂറുകളിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സന്ദേശം കുടുംബത്തിലേക്ക് കൈമാറിയിട്ടുണ്ടോ? അവർക്ക് ഇന്നലെ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം ഇത് എത്രയും പെട്ടെന്ന് കണ്ടെത്തും എന്നുള്ളത്. കാരണം ഇന്നലെ വളരെ നല്ല രീതിയിൽ രക്ഷാപ്രവർത്തനം നടന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. എന്താണെന്നുള്ള വസ്തുത മനസ്സിലായിട്ടില്ല. എങ്കിൽ പോലും ഇന്ന് രാവിലെ 5:30 വീണ്ടും തുടരും എന്ന് പറഞ്ഞ് ആ നിലയ്ക്ക് അവർ പ്രതീക്ഷയോടുകൂടിയാണ് കാത്തു നിൽക്കുന്നത്. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കാത്തു നിൽക്കുന്നത്. അവർക്കൊന്നും മറ്റൊരു വിധത്തിൽ ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ല, ചിന്തിക്കാൻ കഴിയുന്നില്ല.
അതെ. കാരണം അവർക്ക് മാത്രമല്ല ഈ നാടൊട്ടുക്കും അവരോട് ഒന്നിച്ച് നിൽക്കുകയാണ്. കാരണം അവനൊന്നും സംഭവിക്കരുതേ, അവനോട് ജീവനോട് കൂടി തന്നെ നിലനിർത്തിക്കൊണ്ട് അവൻ്റെ ട്രക്കും അവനും കണ്ടുകിട്ടണേ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടിയാണ് ഇവിടെയുള്ള ആൾക്കാരുടെ മുഴുവൻ ഇതും. തീർച്ചയായും പ്രാർത്ഥനകളും പ്രതീക്ഷകളും ഒക്കെ സഫലമാകട്ടെ എന്ന് തന്നെയാണ് നാം ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത്. ശ്രീ രവീന്ദ്രൻ, താങ്കളിലേക്ക് എത്താം. ശ്രീ സുന്ദരരാജൻ, ഇവിടെ ഒരു ദേശീയപാത നിർമ്മാണത്തിലടക്കം പാലിക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിച്ചില്ല എന്നുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട്. അതുമാത്രമല്ല, ഇത്രയധികം വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ സാധ്യതാ മേഖലകളിൽ കൃത്യമായ അപായ സൂചനകൾ അല്ലെങ്കിൽ അത് മുൻകൂട്ടി കാണുന്ന ഒരു ഔദ്യോഗിക സംഘം, ഇതിൻ്റെയൊക്കെ അപര്യാപ്തത, ജീവന് പോലും വില കൊടുക്കാതെ തന്നെ മുന്നോട്ട് പോവുകയാണ് എന്നാണോ ഈ സംഭവത്തോടു കൂടി കരുതേണ്ടത്? വളരെയധികം ശുഭാപ്തി വിശ്വാസത്തോടുകൂടി അർജുൻ തിരിച്ചു വരുമെന്നുള്ള, അത് അർജുനെ തന്നെ കണ്ടുപിടിച്ചിട്ട് അദ്ദേഹം തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ ഞാൻ പറയട്ടെ. ഇവിടെ ഈ നമ്മുടെ ഡിസാസ്റ്റർ റെസ്പോൺസിൽ നമ്മൾ വളരെയധികം പിഴച്ചിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു നാഷണൽ ലെവൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയും സ്റ്റേറ്റ് ലെവൽ അതോറിറ്റി ഉണ്ട്. പിന്നെ നമുക്ക് ഈ കാലാവസ്ഥാ വ്യതിയാനം ഓരോ വർഷം കൂടുന്നവരും വളരെ വളരെ വികൃതമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മഴ പെയ്യുമ്പോഴേക്കും കാര്യങ്ങളെല്ലാം അവതാളത്തിലാവുന്നത്, അത് ബോംബെ നഗരമായാലും എല്ലായിടത്തായാലും. അതുപോലെ ലാൻഡ് സ്ലൈഡ്, ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ ലാൻഡ് സ്ലൈഡ് നോക്കി നടക്കുകയാണ് പല സ്ഥലത്തും ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഇത് കാര്യം എന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു ലാൻഡ് സ്ലൈഡ് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയുള്ള സ്ഥലം തന്നെയാണത്. അത് വളരെ വ്യക്തമായിട്ട് മാർക്ക് ചെയ്ത സ്ഥലം കൂടിയാണ്. എന്നിട്ടും ഇങ്ങനെ ഒരു റെസ്പോൺസ് ഉണ്ടായില്ല. ഇവിടെ ഈ റെസ്പോൺസ് ടൈം കൂട്ടാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ പ്രധാനം. കാരണം ഒരു ഇതുപോലത്തെ ഒരു ഇൻസിഡൻ്റ് ആയാൽ ആ ഫാമിലി പോലും പറയുന്നതാണ് ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു അവസ്ഥ വരരുതെന്ന്. അപ്പോൾ ഇവിടെ ഈ റെസ്പോൺസ് ടൈം കൂട്ടാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിന് മേജർ ഒരു പോളിസി ഗ്യാപ്പ് ഉണ്ട്. ഇതുപോലത്തെ ഈ പ്രകൃതി ആഘാത പഠനത്തിലും ഇതുപോലെ വലിയൊരു ഗ്യാപ്പ് ഉണ്ടാകും. ആ ഗ്യാപ്പ് പോളിസി ചേഞ്ച് വരുത്താൻ എനിക്ക് കഴിഞ്ഞു, എനിക്ക് അതിനുള്ളൊരു അവസരം കിട്ടി. അതുകൊണ്ട് ഇന്ന് സ്റ്റേറ്റ് ലെവലിലൊക്കെ ഈ പോളിസി ചേഞ്ച് വന്ന് സ്റ്റേറ്റ് ലെവൽ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് അതോറിറ്റിയും SCI SCS ഇതൊക്കെ ഫോം ചെയ്യുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട്. ആ പോളിസി എനിക്കാണ് കൊണ്ടുവരുന്നത്. ഇവിടെ ഞാൻ പോളിസിയിൽ ഒരു വലിയ ഗ്യാപ്പ് കാണുന്നുണ്ട് ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ. അതായത് നമുക്ക് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഉണ്ട്, സ്റ്റേറ്റ് ലെവൽ അതോറിറ്റി. ഇവിടെ ഇൻ ബിറ്റ്വീൻ ദർ ഷുഡ് ബി എ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് എക്സ്പെർട്ടൈസ് വേണം. അതായത് വേറെ ഒരു ലെവൽ കൂടി വേണം. ആ ലെവൽ ക്യാൻ ഓൺലി ബി അച്ചീവ്ഡ് ബൈ വാട്ട് കോൾ ബയോ ജിയോഗ്രാഫിക് സോൺസ്. ഞാനൊരു മാപ്പ് കൊടുത്തിരുന്നു, അത് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്നതായിരുന്നു. അത് ഇന്ത്യയിൽ ആകെ 10 ബയോ ജിയോഗ്രാഫിക് സോൺസാണ്. ഈ ഓരോ ബയോ ജിയോഗ്രാഫിക് സോൺസിലും നമുക്ക് ആവശ്യമുള്ള സ്കില്ല്, നമുക്ക് ആവശ്യമുള്ള എക്യുപ്മെൻറ്റ്സ് എല്ലാം വ്യത്യാസമാണ്. ഉദാഹരണമായിട്ട് ഈ സ്നോ മാത്രമുള്ള സ്ഥലത്ത് സ്നോ റിമൂവിങ് എക്യുപ്മെൻറ്റ്സ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതുപോലെ ഓരോ സ്ഥലത്തും വേണ്ട കൈൻഡ് ഓഫ് സ്കിൽസ്, അതിന് വേണ്ട എക്യുപ്മെൻറ്റ്സ്, അതിൻ്റെ മെഷീനറീസ്. ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന മെഷീനറീസ് ഒന്നും ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഇത്രയും നേരം വാച്ച് ചെയ്യായിരുന്നു. എല്ലാം വളരെ 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 സ്ലോ ആയിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം നടക്കുന്നത് പോലെയാണ് നമുക്കത് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ ഇവർ ഉപയോഗിക്കുന്ന ടെക്നോളജിയും ഇവരുപയോഗിക്കുന്ന മെത്തേഡുകളൊന്നുമില്ല. ഒരു ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് ടെറർ അവിടെ കൊണ്ടുവന്നിട്ട് നോക്കാനും കണ്ടുപിടിച്ചെങ്കിലും ഇനിയും വളരെ ഇപ്പോൾ ഇരുട്ടായി കഴിഞ്ഞു. ഇന്നത്തെ രക്ഷാപ്രവർത്തനം ഇനി കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എങ്കിലും ഇന്ന് തന്നെ അത് കഴിഞ്ഞ് രക്ഷാപ്രവർത്തനം ഈ പോളിസി ചേഞ്ചിൻ്റെ കുറച്ചുകൂടി കാര്യങ്ങൾ ഞാൻ അടുത്ത ലെവൽ ഓഫ് ഡിസ്കഷനിൽ പറയാം. അതെ, ശ്രീ സതീഷ് ഗോപി, നമുക്കറിയാം ഒരു മഴയുണ്ടായാൽ തന്നെ വലിയ രീതിയിൽ പ്രത്യാഘാതം നേരിടേണ്ടി വരുന്ന ഒരു സംസ്ഥാനമായി ഈ ദക്ഷിണ മേഖലയൊക്കെ, കേരളമടക്കമുള്ള ദക്ഷിണ സംസ്ഥാനങ്ങളൊക്കെ മാറിക്കഴിഞ്ഞു. അങ്ങേയറ്റം ദുരിതമുഖത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓരോ മഴക്കാലവും. നമ്മുടെ നാട്ടിൽ തന്നെ, കേരളത്തിനകത്ത് തന്നെ നമുക്കറിയാം പലപ്പോഴും ഇത്തരത്തിൽ മണ്ണിടിച്ചിലുണ്ടായി, ദേശീയപാത ഗതാഗതം നിരോധിച്ചു എന്നുള്ള വാർത്തകൾ തുടരെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് റെയിൽവേ ലൈനിൽ കൂടി ഇത്തരം മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നതുമൊക്കെ. വലിയ അപകടങ്ങളും ദുരന്തങ്ങളും ഇല്ലാത്തതുകൊണ്ട് ഇത് വെറും വാർത്തകളായി മാത്രം പോകുന്നു. പക്ഷേ ഈ അർജുൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. അർജുൻ ഒരു പക്ഷേ അവിടെ ഒരു ചെറിയ ചായക്കട ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്, അത് ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് വിശ്രമിക്കാൻ എന്നോണം ഈ ട്രക്ക് നിർത്തിയിരിക്കാം. മറ്റ് വാഹനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. കാരണം ഈ അപകടം നടന്നതിന് ശേഷം 2 ട്രക്കുകൾ, അതായത് എനിക്ക് തോന്നുന്നു പൈപ്പ് ലൈൻ വാതകമായി ബന്ധപ്പെട്ട് ഉള്ള എന്തോ ആണ്, 2 ട്രക്കുകൾ നദിയിലൂടെ, ഗംഗാവാലി നദിയിലൂടെ ഒഴുകി ഇങ്ങനെ പോകുന്നത് രക്ഷാപ്രവർത്തകർ കണ്ടതാണ്. അപ്പോൾ എത്ര വാഹനങ്ങൾ ഉണ്ടായിരുന്നു, ഇതിൻ്റെ എത്രത്തോളം ആഘാതത്തിൽ ഇതിനടിയിൽ ആൾക്കാരും വാഹനങ്ങളും പെട്ടിരിക്കാം എന്നുള്ളതിനെക്കുറിച്ചൊന്നും ആദ്യ മണിക്കൂറുകളിൽ യാതൊരു തരത്തിലുള്ള നിഗമനങ്ങളിലേക്ക് പോലും ഔദ്യോഗിക വൃന്ദം, കർണാടക സർക്കാർ ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം കടന്നില്ല എന്നുള്ളതാണ് അങ്ങേയറ്റം ദുഃഖിപ്പിക്കുന്ന ഒരു വസ്തുത. തീർച്ചയായും
ഇവിടെ പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ, ഒരു 30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ കുടുംബം പുലർത്താൻ വേണ്ടി ഒരു ലോറിയിലെ ഡ്രൈവറായിട്ട് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ദൂരെ പോയി തിരിച്ചു വരുന്ന വഴിയിൽ ഒരു കുടുംബം പുലർത്താനുള്ളൊരു ശ്രമമാണ്. ആ പാവപ്പെട്ട ചെറുപ്പക്കാരൻ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ലോറി നിർത്തി ചായ കുടിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് അവിടെ നിർത്തിയതാവാം. പെട്ടെന്ന്, വളരെ പെട്ടെന്ന്, നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നതിന് മുമ്പ് ലാൻഡ് സ്ലൈഡ്, അത് വളരെ പെട്ടെന്നാണ് വരുന്നത്. ആ സ്ലൈഡ് വന്ന് ലോറിയോടുകൂടി എടുത്ത് താഴേക്ക് പോയി. അതിൻ്റെ പുറത്ത് എത്രയോ പൊക്കത്തിൽ മണ്ണ് വീണു. ഈ മണ്ണ് വീണ് ഈ ചെറുപ്പക്കാരനെ കാണാതെയായിട്ട്, പാവം ഒരു കുടുംബത്തിൻ്റെ അത്താണിയായ ചെറുപ്പക്കാരനെ കാണാതെയായിട്ട് മണിക്കൂർ 100 കഴിഞ്ഞു. 5-ാം ദിവസത്തിലേക്ക് കടക്കുന്നു എന്ന് പറയുന്നു. നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു ചെറിയ സ്ഥലത്തുണ്ടായ ഒരു ഇൻസിഡൻ്റാണ്, ഒരു ദുരന്തം. നമ്മുടെ ഭാഗത്തു നിന്ന് എന്ത് ക്രിയാത്മകമായിട്ട് വളരെ എഫക്റ്റീവായിട്ട് ആ ഒരു മനുഷ്യനെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നു എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഒരു നിസ്സംഗഭാവത്തിലുള്ള ഒരു ശ്രമം മാത്രമേ നടന്നിട്ടുള്ളൂ എന്ന് പറയാനൊക്കുള്ളൂ. കാരണം പിന്നിട്ട മണിക്കൂറുകൾ ഇത്രയേറെയാണ്. പിന്നെ ഈ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ വെച്ച് നോക്കുകയാണെങ്കിൽ ശരിയാണ്, 50 അടി താഴ്ച വരെ GPRL ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാറിൽ താഴെ എന്തെങ്കിലും വസ്തുക്കളുണ്ടെങ്കിൽ ലഭിക്കും. പക്ഷേ അത് വെച്ച് കുറേ നേരം സെർച്ച് ചെയ്തിട്ട് പോലും അവിടെ ഒന്നും ലഭിച്ചിട്ടില്ല. ആദ്യ മണിക്കൂറുകളിൽ ഏകദേശം 50 അടി, അതായത് 15 മീറ്റർ താഴ്ചയിൽ വരെ ക്ലിയർ ആയിട്ടുള്ള ഇമേജിങ് കിട്ടുമ്പോൾ, ഇപ്പോൾ നേരത്തെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് 15 മീറ്റർ പൊക്കത്തിലേ മണ്ണ് വീണിട്ടുള്ളൂ. അപ്പോൾ കണ്ടെത്തേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ മറ്റ് ലോറികളൊക്കെ ഈ പ്രഷറിൽ നദിയിലേക്ക് വീണു. ആ നദിയുടെ പേര് ഗംഗാവാലി പുഴയിൽ നിന്നാണ്. കനത്ത മഴയിൽ ആ പുഴയിലെ നീരൊഴുക്കും വളരെ ശക്തമാണ്. അപ്പോൾ അതിൽ ഒരാൾ വീണുപോയാൽ ചിലപ്പോൾ കിലോമീറ്ററുകളോളം കഴിഞ്ഞ് മാത്രമേ ഒരു മരണം സംഭവിച്ചാൽ പോലും ആ ഡെഡ് ബോഡി കിട്ടുകയുള്ളൂ. ഇത്ര ദുഷ്കരമായ കാര്യങ്ങൾ നടക്കുന്ന സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ എന്ത് മിറ്റിഗേറ്റീവ് മെഷേഴ്സ്, അതായത് നമ്മൾ ഇതിനെ ഒരു ദുരന്തം വരുന്നതിന് മുമ്പ് അങ്ങനെ ഒരു ദുരന്തം വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എന്ത് നമ്മളെടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. ഈ റോഡിലൂടെ എത്ര വാഹനങ്ങളാണ് കടന്നു പോകുന്നത്? നമ്മുടെ നാട്ടിൽ നിന്നും ഈ റോഡിലൂടെ നമ്മുടെ കേരളത്തിലെ വാഹനങ്ങൾ എത്ര എണ്ണം കടന്നു പോകുന്നു? ഇപ്പോൾ ഒരു കാര്യം നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. ജീവനോടെ നമ്മൾ തിരിച്ചു വന്നാൽ ഭാഗ്യം. ആ നിലയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? നമ്മുടെ റോഡിൽ ട്രാഫിക് സിഗ്നലുകൾ തെറ്റിക്കാതെ യഥാർത്ഥത്തിൽ ലൈസൻസ് ഉള്ള നമ്മുടെ നിയമങ്ങൾ അനുസരിച്ച് ഡ്രൈവ് ചെയ്ത് പോകുന്ന ഒരാൾക്ക് ഇതുപോലെയുള്ള ദുരന്തങ്ങൾ വന്നാൽ അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? ഇത് ആ സ്ഥലം മെയിൻറ്റെയിൻ ചെയ്യുന്ന, അതുവഴി ഒരു റോഡ് വെട്ടുമ്പോൾ അതിൻ്റെ സൈഡിൽ ഇത്രയും പൊക്കത്തിന് മണ്ണ് നിൽക്കുമ്പോൾ അതിൽ ചെയ്യേണ്ട നമ്മുടെ മിറ്റിഗേറ്റീവ് മെഷേഴ്സ്, നമ്മൾ പറയും മിറ്റിഗേഷൻ എന്ത് ചെയ്തു, നിങ്ങൾ എന്തെടുത്തു, ഇവിടെ ഇടിയാൻ സാധ്യതയുണ്ട്, ഈ മേഖല ഇങ്ങനെയുള്ള മേഖലയാണ്. ഇതുപോലെ എത്ര മേഖലകൾ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരളം ഇതിൽ നിന്നും വിമുക്തമാണോ എന്ന് ചോദിച്ചു. ഇല്ല. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഇവിടെ ഉണ്ടാകുന്ന മഴയും കൊടുങ്കാറ്റുമൊക്കെ കേരളത്തിൽ 2018 പോലെ ഒരു ദുരന്തം ഇനി ഉണ്ടാകില്ല എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ ഒക്കില്ല. പക്ഷേ നമ്മൾ എന്ത് പിന്നീട് മുൻകരുതലുകൾ സ്വീകരിച്ചു എന്ന് ചോദിച്ചാൽ ഉത്തരം ഇപ്പോഴും വളരെ നെഗറ്റീവായിട്ട് വരുന്നുള്ളൂ. എന്തൊക്കെ മുൻകരുതലുകൾ സ്വീകരിച്ചു? നമ്മുടെ മുന്നിൽ തന്നെ ഉത്തരങ്ങളുണ്ട്. നമുക്കിപ്പോൾ ഈ ഇടയ്ക്ക് തന്നെ മഴക്കെടുതി വന്നപ്പോൾ മുൻപ് കോഴിക്കോട് മണ്ണിടിച്ചിൽ വന്ന് ഒരു സ്ഥലം മുഴുവൻ മണ്ണിനടിയിലായി, എത്രയോ ജീവനുകൾ നഷ്ടപ്പെട്ടു. ആ സ്ഥലത്ത് നമ്മൾ എന്ത് മുൻകരുതലുകൾ സ്വീകരിച്ചു? ആ ഏരിയയിൽ ഇതുപോലെ ഒരു ഉരുൾപൊട്ടൽ വന്നാൽ അതിൽ ഉണ്ടാകുന്ന അപകടങ്ങളുടെ തീവ്രത കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു? ഇതെല്ലാം നമ്മുടെ മുന്നിൽ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. ഇതിങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ എവിടെ ചെന്ന് നിൽക്കും? നമ്മൾ കേരളം പറയും, കേരളം എല്ലാ കാര്യങ്ങളും മുൻപന്തിയിലുള്ള സംസ്ഥാനമാണ്. നമ്മുടെ കേരളത്തിലും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഒരു സെല്ലുണ്ട്. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല, ഒരു രാഷ്ട്രീയവും പറയുന്നില്ല. പക്ഷേ നമ്മൾ സ്വയം മുൻകരുതലുകൾ സ്വീകരിച്ച് നമ്മൾ നടന്നില്ലെങ്കിൽ നമ്മുടെ രാജ്യം ഒരു വലിയ വിപത്തിലേക്ക് പോയി ചേരും. ഒരു ചെറിയ നമ്മുടെ ഇതുവഴി ഒഴുകുന്ന ഒരു ആമയിഴഞ്ചാൻ തോട് പോലും ഈ മനുഷ്യരുടെ ജനത്തിൻ്റെ ഇടയിലുണ്ടാക്കിയ ആഘാതം വളരെ വലുതാണ്. നമ്മൾ ഒരു കാര്യത്തിലും ശ്രദ്ധിക്കുന്നില്ല. ചവറ് നീക്കം മുതൽ നദിയിലെ വെള്ളപ്പൊക്കം വരുമ്പോൾ അത് കര കവിഞ്ഞ് വരാതിരിക്കാനുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ
ഈ വനങ്ങൾ വെട്ടി നശിപ്പിച്ച് വളരെ പെട്ടെന്ന് ഫ്ലഡ് ഉണ്ടാകാനുള്ള ഒരു സാഹചര്യവും. ഞാൻ താങ്കളിലേക്ക് എത്താം. ഇപ്പോൾ അർജുൻ്റെ സുഹൃത്തു കൂടിയായ ലോറി ഡ്രൈവർ മനാഫ് നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ മനാഫ്, താങ്കൾ സംഭവ സ്ഥലത്തുണ്ട് എന്നാണ് കരുതുന്നത്. ഏറ്റവും ഒടുവിലായി ചില സിഗ്നലുകൾ ലഭിച്ചു എന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. അതനുസരിച്ചുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്നും അറിയുന്നു. എങ്ങനെയാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യം? ഇന്നൊരു 10 മണി വരെ എടുക്കും, പണി നടക്കും. മഴ ഉണ്ട്, നല്ല മഴ ഉണ്ട്. ശ്രീ മനാഫ്, താങ്കൾക്ക് ചില ദുരനുഭവങ്ങളൊക്കെ അവിടെ നിന്നും ഉണ്ടായി അവസാന മണിക്കൂറുകളിൽ. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കേരളത്തിൽ നിന്നുള്ള ഇപ്പോൾ അർജുൻ്റെ ബന്ധുക്കളും അതോടൊപ്പം രഞ്ജിത്ത് ഇസ്രായേലും ഒക്കെ പറഞ്ഞതനുസരിച്ചുള്ള ചില സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് അതേ സംഭവങ്ങൾ തന്നെയാണ് GPRും കാണിച്ചതെന്നാണ് അറിയാൻ സാധിക്കുന്നത്, സിഗ്നലുകളുടെ അടിസ്ഥാനത്തിൽ. അതെ അതെ അതെ, ഒരു പ്രതീക്ഷ ഉണ്ട്. ഇപ്പോഴും മണ്ണുമാന്ത്രി യന്ത്രം ഉപയോഗിച്ച് തന്നെയാണോ അവിടെ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തി നടക്കുന്നത്? അതെ 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 അതെ. അത് ഏത് രീതിയിലാണ്? കോഴിക്കോട് നിന്ന് ഒരു 40 ആള് റെസ്ക്യൂ, പല സ്ഥലത്തും റെസ്ക്യൂ ചെയ്ത 40 ആള് വരാൻ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. ഗവൺമെന്റ് അലോ ചെയ്താൽ ഈ 40 കൂടിയും എക്സ്പീരിയൻസ് ഉള്ള 40 ആളുണ്ട്. അവരെ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയാൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. ശ്രീ മനാഫ്, താങ്കൾ ലോറി ഉടമയായതുകൊണ്ട് തന്നെ ആ ട്രക്കിന്റെ ഘടന താങ്കൾക്കറിയാം. മണ്ണിനടിയിൽ ക്യാബിനുള്ളിൽ തന്നെയാണ് അർജുനെങ്കിൽ നമുക്ക് പ്രതീക്ഷ നൽകുന്ന ചില മണിക്കൂറുകൾ തന്നെയല്ലേ ഇനിയും? അതെ അതെ അതെ. ലാസ്റ്റ് ഈ മണ്ണിടിയുന്നതിന്റെ കുറച്ച് മിനിറ്റുകൾക്ക് മുന്നേ നമ്മളെ മറ്റേ വേറൊരു ലോറി ഉണ്ടായിരുന്നു. അത് പാസ് ചെയ്യുന്ന സമയത്ത് വണ്ടി നിർത്തിയിട്ട് അർജുനെ വിളിക്കുന്നു എണീക്കാനും ഉറങ്ങേന്. ശ്രീ മനാഫ്, താങ്കൾ സൂചിപ്പിച്ചല്ലോ ഉറങ്ങുകയാണ്. അപ്പൊ ഫുൾ ലോക്ക് ചെയ്തിട്ടാണ് ഉറങ്ങുന്നത്. അത് ശരി. അങ്ങനെ ലോക്ക് ചെയ്ത് അതിനുള്ളിൽ സുരക്ഷിതനാണ് എങ്കിൽ അപകടത്തിന്റെ വ്യാപ്തി വലിയ രീതിയിൽ കുറയ്ക്കാൻ കഴിയും അല്ലേ? അതെ. ഇപ്പൊ ചളി ഉണ്ട്, ചളി വണ്ടിനെ എത്ര ബാധിക്കും അതറിയില്ല. വല്ല കല്ലോ മറ്റുള്ളതോ വന്ന് അടിച്ചാലേ ഡാമേജ് ഉണ്ടാവുള്ളൂ. ശ്രീ മനാഫ്, ഇപ്പോൾ കാലാവസ്ഥ എങ്ങനെയാണ്? പ്രതികൂലമായി നേരത്തെയൊക്കെ മഴ വലിയ രീതിയിൽ പെയ്യുന്നുണ്ടായിരുന്നു. അതെ, ഇപ്പോഴുമുണ്ട്. ഈ രഞ്ജിത്ത് ഇസ്രായേല് 3 മണിക്കാണ് എത്തിയത്. ഈ ഖത്തറി അടിപിടി കഴിഞ്ഞിട്ട് 3 മണിക്ക് ശേഷമാണ് റെസ്ക്യൂവിന്. എന്തുകൊണ്ടാണ് ശ്രീ മനാഫ് ഇത്തരത്തിൽ ചില ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് മോശം പ്രതികരണം ഉണ്ടാകാനുണ്ടായത്? എല്ലാവരും ഒരു ജീവന് വേണ്ടിയാണല്ലോ പരിശ്രമിക്കുന്നത്. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിരുന്നു. റെസ്ക്യൂ ടീം വന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. റെസ്ക്യൂ ടീമിന്റെ ആവശ്യം എന്തിനാന്ന് ചോദിച്ചിട്ടാണ് പ്രശ്നം തുടങ്ങിയത്. അതായത് തികച്ചും കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഈ ഉദാസീന നടപടിയും ഇപ്പോഴും അത് തുടരുന്നതും. അതെ അതെ അല്ല, കർണാടക ഗവൺമെന്റിന് കുറ്റം പറയാനൊന്നും രാഷ്ട്രീയ നേതാക്കന്മാരെ പ്രശ്നം ഒന്നല്ല. അതെ, കുറച്ച് പോലീസുകാർ ആണ് പ്രശ്നക്കാർ. അതെ, മനസ്സിലാകുന്നുണ്ട്. അതായത് അവരുടെ ഭാഗത്തു നിന്ന് ഒരല്പം കൂടി ഇച്ഛാശക്തി ഉണ്ടായിരുന്നുവെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി വേഗതയിൽ നീങ്ങിയേനെ അല്ലേ? അതെ അതെ അതെ. താങ്കൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി ഇവർക്ക് ഇതിന്റെ മുന്നേ ഒരു മുൻപരിചയവും ഇല്ല. ഈ കർണാടക റെസ്ക്യൂ ടീമിന് ഇതിന്റെ മുന്നേ ഒരു വലിയ മുൻപരിചയമൊന്നുമില്ല. അതിന്റെ ഒരു ഇത് അവിടെ കാണുന്നുണ്ട്, വ്യത്യാസം. അതിന്റെ ന്യൂനത അവിടെ പ്രകടമാണ് അല്ലേ ശ്രീ മനാഫ്? അതെ അതെ അതെ. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ഒരു 40ഓളം സംഘം വോളണ്ടിയേഴ്സ് അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത്. അവർക്ക് അനുമതി റെഡിയായി നിൽക്കുകയാണ്. ആരാണ് അനുമതി നൽകേണ്ടത്? നിലവിൽ കർണാടക ഗവൺമെന്റ് അനുമതി നൽകണം. അതിന് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് അനുമതി വാങ്ങിത്തരണം, അവർക്ക് പുറപ്പെടാൻ പറ്റും. അതിനും കാലതാമസം നേരിടുകയാണ് ഇപ്പോൾ. അതെ 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 അതെ. ഇവിടെ 2 ആള് വന്നതിന് തന്നെ അത്യാവശ്യം അടി വാങ്ങിക്കിന്. 40 ആള് വന്നാല് നല്ല പ്രശ്നമായിരിക്കും ഇവിടെ. ശ്രീ മനാഫ്, അതിനുവേണ്ടി കേരളത്തിലുള്ള രാഷ്ട്രീയ നേതാക്കളെയൊക്കെ ബന്ധപ്പെടുന്നുണ്ടോ? എനിക്ക് വലിയ ഇതില്ല. മീഡിയ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്താൽ നല്ലത്. തീർച്ചയായും മാധ്യമങ്ങളെല്ലാം ഇതിന്റെ പുറകിൽ തന്നെയാണ്. ശ്രീ മനാഫ്, ഒരു കാര്യം കൂടി. ശ്രീ മനാഫ്, അതെ അതെ, എന്തായാലും ഇതെല്ലാം ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽ
പെടണമെന്ന് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. ശ്രീ മനാഫ്, അതോടൊപ്പം കുടുംബത്തിന് വലിയ രീതിയിലുള്ള അതൃപ്തിയുണ്ട്. രക്ഷാപ്രവർത്തനങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ കഴിഞ്ഞ 4 ദിവസവും വലിയ രീതിയിലുള്ള കെടുകാര്യസ്ഥതയായിരുന്നു എന്നുള്ളത്. ഇന്ന് വളരെ ദുഃഖാർത്തരായിട്ടാണ് അവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതെ അതെ അതെ, ഭയങ്കര അവിടുത്തെ വീട്ടിലെ സിറ്റുവേഷൻ എനിക്കറിയാം. അതും എന്റെ പെരുമാറ്റ ടെൻഷനും അതും കൂടിയാണ്. ഇങ്ങനെ എന്താ പറയാ, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത മാതിരി നിൽക്കുന്ന ഒരു സന്ദർഭം ഭയങ്കരമാണല്ലോ. ആർക്കും ഉറങ്ങാൻ വരെ കഴിയില്ല. ഇത് ഇപ്പോൾ നിലവിൽ നിങ്ങളെല്ലാവരും അവിടെ തന്നെയല്ലേ, ഈ ദുരന്തമുഖത്ത് തന്നെയല്ലേ ശ്രീ മനാഫ്? അതെ, ഞാൻ വണ്ടിയിലുള്ളത്. മഴ വന്നിട്ട് വണ്ടിയിലേക്ക് കയറി. ഒരു കാര്യം കൂടി, ഒരുപക്ഷെ മനാഫിനും അർജുനും ഒക്കെ ഈ പാതയിലൂടെ നിരന്തരം യാത്ര ചെയ്തവരാണ്, ഇന്ത്യയൊട്ടാകെ യാത്ര ചെയ്തിട്ടുള്ളവരാണ്. നിങ്ങൾക്ക് എല്ലാ സ്ഥലവും വളരെ സുപരിചിതമാണ്. ഇങ്ങനെ ഒരു അപകടം പതിയിരിക്കുന്നു എന്നുള്ളത് എപ്പോഴെങ്കിലും ചിന്തയിൽ പോയിട്ടുണ്ടായിരുന്നു? അങ്ങനെയാണെങ്കിൽ കർണാടകയിലെ അധിക റൂട്ടിലും നിർത്താൻ കഴിയില്ല. ഇതേമായിട്ട് കുന്ന് 100 കണക്കിലുണ്ട് ഇവിടെ. എല്ലാം ഇത്തരം ദേശീയപാതയോട് ചേർന്ന് ചെങ്കുത്തായ പ്രദേശങ്ങൾ തന്നെയാണ്. അതെ അതെ അതെ. എന്തായാലും ശ്രീ മനാഫ്, ഇനിയും താങ്കളെ ബന്ധപ്പെടാം. ഏത് രീതിയിലാണ് അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് എന്ന് ഞങ്ങളോടുകൂടി അപ്ഡേറ്റ് ചെയ്താൽ വളരെ നല്ലതായിരിക്കും. വളരെ നന്ദി ശ്രീ മനാഫ് പ്രതികരിച്ചതിന്. ശ്രീ സുന്ദരരാജൻ, മനാഫ് പറഞ്ഞതനുസരിച്ച് ഈ ഏരിയ, അതായത് വെസ്റ്റേൺ കട്ട് ഏരിയ എന്ന് പറഞ്ഞാൽ വെരി കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം ഈ കൊങ്കൺ റെയിൽവേ ഉണ്ടാക്കുമ്പോഴൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളും പിന്നീട് അതിനുശേഷം ഉണ്ടായ ദുരന്തങ്ങൾ, പാറകൾ വന്നു വീഴുന്നതും അതുപോലത്തെ ടണലിലുള്ള ബ്ലോക്കേജുകൾ, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കും. ഇത്രയും ദുരന്തം പിടിച്ച ഒരു ഏരിയയാണ്. ബ്രിട്ടീഷുകാർ പോലും ധൈര്യപ്പെടാത്ത ഒരു റെയിൽവേ നെറ്റ്വർക്കായിരുന്നു കൊങ്കൺ റെയിൽവേ എന്ന്. അപ്പോൾ അവിടെയുള്ള ഒരു റോഡ് എന്നുള്ള നിലയ്ക്ക് വളരെയധികം പ്രിക്കോഷണറി മെഷേഴ്സ് നമുക്ക് വേണ്ടതാണ്. പിന്നെ ഒരു ദുരന്തം ഉണ്ടായാൽ അതിനെ എങ്ങനെ റെസ്പോൺസ് ചെയ്യും എന്നുള്ളതിൽ ഒരുപാട്, കാരണം ഉദാഹരണം ഇപ്പോൾ പറയുന്നു 40ഓളം ആളുകൾ റെഡിയാണ് ഇവിടുന്ന്, പക്ഷേ സംതിങ് ഈസ് ബ്ലോക്കിംഗ്. അതായത് നമുക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ചെയ്യണം പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൽ ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ട്, അതായത് പോളിസിയിൽ മേജർ ഗ്യാപ്പ് ഉണ്ട്. അതായത് നാഷണൽ ലെവലും സ്റ്റേറ്റ് ലെവലിലും ഒരു പോളിസിയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്നെ പരിഹരിക്കുകയാണെന്നുണ്ടെങ്കിൽ ബയോ ജിയോഗ്രാഫിക് സോൺ അനുസരിച്ച് 10 സ്പെഷ്യൽ ടീംസ് വേണം. അതായത് ഇൻ ബിറ്റ്വീൻ ദർഷ ടീം. അപ്പോൾ അവർ ഈ വെസ്റ്റേൺ കട്ടിന് മാത്രമായി ഹൈലി സ്പെഷ്യലൈസ്ഡ് ടീം ഉണ്ടെങ്കിൽ NDRFന് നാഷണൽ ലെവലിൽ അവർക്ക് ജസ്റ്റ് ആസ്ക് ദം ടു പ്രൊവൈഡ് ദ നെസസറി എക്സ്പെർട്ടൈസ് ആൻഡ് ഈ ടെക്നോളജി അത് കൊടുക്കാൻ വേണ്ടി അവരോട് ആവശ്യപ്പെട്ടാൽ മതി. ഇപ്പോൾ നമുക്ക് ഹിമാലയത്തിലുള്ള അതേ സിസ്റ്റവും അതേപോലത്തുള്ള ഫിസിയോഗ്രാഫിക് സോൺസും ഒന്നുമല്ല ഇവിടെ ഉള്ളത്. ഇവിടുത്തെ കംപ്ലീറ്റ് ഇവിടുത്തെ റെയിൻഫോളും എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ എങ്ങനെ ചെയ്യണം എന്നുള്ള, ഇവിടെ എന്ത് എക്യുപ്മെൻറ്റ് ഉപയോഗിക്കണം, ഇവിടെ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം, അതിന് എന്ത് തരത്തിൽ ട്രെയിനിങ് ആണ് വേണ്ടത് എന്നുള്ളതൊക്കെ അറിഞ്ഞാൽ ആ സമയത്ത് ഇങ്ങനെ ഒരു സെക്കൻഡ് ലെയർ, അതായത് ബിറ്റ്വീൻ സ്റ്റേറ്റ് ലെവൽ ആൻഡ് സെൻട്രൽ ലെവൽ ഒരു സെക്കൻഡ് ലെയർ ഉണ്ടെങ്കിൽ, ബയോജിയോഗ്രഫിക് സോണിൽ പ്രകാരമുള്ള ഒരു ട്രെയിനിങ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഈ ടെക്നോളജി നമുക്ക് അവിടെ എത്തിക്കാനും പറ്റും. അതിൽ എക്യുപ്മെൻറ്റ്സും എല്ലാം റിസർവ് ചെയ്ത് വളരെ ചുരുങ്ങിയ സമയം തന്നെ റെസ്പോൺസ് ടൈം വിൽ വെരി ഗുഡ്. അതുപോലെ ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ചസ്, അതായത് ഔട്ട്സൈഡ് ഇൻവോൾവ്. ഫോർ എക്സാമ്പിൾ കേരളത്തിന് ഒരു ടീമിനെ അങ്ങോട്ട് അയക്കണം, പക്ഷേ നമുക്ക് പറ്റുന്നില്ല. എന്തുകൊണ്ട്? പോളിസിയിലുള്ള ഒരു ഗ്യാപ്പാണ്, വലിയൊരു ഗ്യാപ്പ് ഉണ്ട് അവിടെ. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്താൽ മാത്രമേ ഇതിനൊക്കെ നല്ല റെസ്പോൺസ് കിട്ടുള്ളൂ. ഇത്രയധികം മഴയും ഇത്രയധികം സ്ഥലത്ത് നമുക്ക് ഇനിയും ഒരുപാട് ലാൻഡ് സ്ലൈഡ് എക്സ്പെക്റ്റ് ചെയ്യാം. കാരണം കാലാവസ്ഥാ വ്യതിയാനം വളരെയധികം ശരിക്കും പ്രത്യക്ഷത്തിൽ കാണാൻ നമുക്ക് പറ്റുന്നുണ്ട്. എല്ലാ മഴയും എല്ലാ സ്ഥലത്തും നമുക്ക് ഒരുപാട് എന്താ പറയുക ഡിസാസ്റ്റർ വാർണിങ്ങും ഇതൊക്കെ നമുക്കുണ്ടെങ്കിലും ഈ ഡിസാസ്റ്ററും ഇതൊക്കെ നടന്നുകൊണ്ടേയിരിക്കും. ഇവിടെ എന്ത് വാർണിംഗ് ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ അത്രയധികം ഒരു ട്രക്കുകൾ അവിടെ നിർത്തിയിട്ടിരിക്കുന്നു, ഇത്രയധികം വൻതോതിൽ മഴയുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ അവിടെയൊക്കെ എന്തൊക്കെയോ പാകപ്പിഴകൾ അവിടെയൊക്കെ പറ്റിയിട്ടുണ്ട്. അതായത് അവിടെ ഇങ്ങനെ സ്ഥലത്ത് അവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ അതിൻ്റെ സ്പീഡ് റിസ്ട്രിക്ഷൻസ്, അല്ലെങ്കിൽ അവിടുത്തെ വാർണിംഗ് സിസ്റ്റംസ്, അല്ലെങ്കിൽ അവിടുത്തെ എന്തെന്ന് പറയുന്നത് സൂചന ചൂണ്ടുപലകകൾ, ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് അവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല എന്ന് തന്നെ പറയണം. പക്ഷേ അവിടെ പാർക്ക് ചെയ്തു എന്നുള്ള ഇത്രയധികം വണ്ടികൾ ഒന്നിച്ച് ഒലിച്ചു പോയി എന്നുള്ള ഒരു അത്ഭുതകരമായ സംഭവമാണ്. കാരണം അവിടെ ഒരു റെസ്ട്രിക്ഷൻസ് അവിടെ ഇല്ല എന്നുള്ള, ഫ്രീ ആയിട്ടാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ ഇത് വളരെ നല്ലൊരു പാഠമായിട്ട് നമ്മളിത് എടുക്കണം. കാരണം ഉദാഹരണമായിട്ട് 2018 വി കുഡ് ഡു എ വെരി ഗുഡ് റെസ്പോൺസ്. എന്തുകൊണ്ട്? ഓക്കിയിൽ നമ്മൾ ഒരുപാട് പാഠം
പാഠം പഠിച്ചു. ഓക്കിയിൽ നിന്ന് ഒരുപാട് പാഠം പഠിച്ചിട്ടാണ് നമ്മൾ 2018 വളരെ നന്നായി ചെയ്തത്. അതിലും കുറച്ച് പാളിച്ചകളൊക്കെ പറ്റെങ്കിലും നമ്മൾ പഠിച്ച് മുന്നോട്ട്. പക്ഷേ ഇത് സ്റ്റേറ്റിന് പുറത്താണ്. ഇപ്പം നമുക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് ഇൻവോൾവ് ചെയ്യണമെങ്കിലും അത് ഇൻവോൾവ് ചെയ്യാൻ പറ്റും. സംതിങ് ഈസ് ബ്ലോക്കിംഗ് അസ്. അപ്പോൾ ആ ബ്ലോക്കേജ് ഒക്കെ നീക്കം ചെയ്ത് ഈ എമർജൻസി റെസ്പോൺസിൽ ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഇല്ലാതെ ഫ്രീ ആയിട്ട് ഈ എക്യുപ്മെൻറ്റ്സും പേഴ്സണൽസും മൂവ് ചെയ്യാനുള്ള ഒരു സംവിധാനം വേണമെങ്കിൽ ഈ പോളിസിയിൽ ഒരു മേജർ ഗ്യാപ്പ് ഫില്ല് ചെയ്തേ പറ്റൂ. അതാണ് എൻ്റെ അഭിപ്രായം. അതെ, ശ്രീ രവീന്ദ്രൻ, ഇന്ന് വൈകുന്നേരം അർജുൻ്റെ കുടുംബം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അങ്ങേയറ്റം ദുഃഖത്തോടു കൂടിയാണ്. കടുത്ത അതൃപ്തി അവർ പറഞ്ഞിരുന്നു. കാരണം ഈ സംഭവം നടന്ന് ഇതറിയിക്കാൻ നമ്മുടെ സംസ്ഥാന പോലീസിനോട് ശ്രമിച്ചപ്പോഴും കർണാടകയിലെ ഉദ്യോഗസ്ഥരോട് ശ്രമിച്ചപ്പോഴും ഒക്കെ അവരുടെ ഭാഗത്തു നിന്നും ഒരു നിസ്സംഗ മനോഭാവം തന്നെയാണ് ഉണ്ടായത്. വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ച് മാധ്യമക്കാരുടെ മാധ്യമ ശ്രദ്ധ വന്നതിന് ശേഷം മാത്രമാണ് ഇതിൻ്റെ തിരച്ചിലിൽ പോലും ഒരു പുതുജീവൻ വീണത്. എന്തായാലും ഇപ്പോൾ നമുക്കറിയാം എത്രയും പെട്ടെന്ന് ഈ ട്രക്ക് കണ്ടെത്തിയേ മതിയാകുകയുള്ളൂ. അർജുനെ സംബന്ധിച്ചിടത്തോളം താങ്കൾ അയൽവാസിയാണ്. അർജുൻ ഈ ജോലി തുടങ്ങിയിട്ട് വർഷങ്ങളായി. ചിരപരിചിതമായ വഴികൾ തന്നെയാണ് എല്ലാം. ഇത്തരത്തിലുള്ള അപകട സാധ്യത ഒരിക്കൽ പോലും അദ്ദേഹം പറയുവാനുള്ള സാഹചര്യം ഉണ്ടായില്ല. കാരണം ഭാരത് ബെൻസിൻ്റെ വലിയ സംവിധാനങ്ങളുള്ള ഒരു വലിയ ട്രക്കാണ്. അതുകൊണ്ട് തന്നെ സുരക്ഷിതനായി ഓരോ യാത്ര കഴിഞ്ഞും തിരികെ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ആ കുടുംബവും കാത്തിരുന്നത്. അവസാന മണിക്കൂറുകളിലും അർജുൻ്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അതും അവരിൽ വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കി. പക്ഷേ ഈ ശ്രമങ്ങളൊക്കെ പാഴാകുകയാണോ എന്നുള്ളൊരു ആശങ്ക വലിയ രീതിയിൽ ഇപ്പോൾ ആ കുടുംബത്തിന് ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇതുവരെ ഈ ആശങ്ക ഉണ്ടെങ്കിൽ പോലും പ്രതീക്ഷയും ഉണ്ടായിരുന്നു. കാരണം ഗവൺമെൻറ് തലത്തിൽ ആവശ്യമായ കാര്യങ്ങൾ നടത്തുന്നില്ല എന്നുള്ള മനാഫിനോട് പെരുമാറിയ ഉദ്യോഗസ്ഥന്മാരുടെ ആ മ്ലേച്ഛമായ രീതി മനസ്സിലാക്കാവുന്നതേ. കാരണം ഒരു സൂപ്രണ്ട് ഓഫ് പോലീസിൻ്റെ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇവിടുന്ന് പോയൊരു ആ വണ്ടിയുടെ ഒരു ഓണറെ വളരെ മോശമായ രീതിയിൽ കൈകാര്യം ചെയ്തു എന്ന് പറയുന്നത് നമ്മളുടെ സമൂഹത്തിന് ഒട്ടും യോജിച്ചതല്ല. അതിൻ്റെ മുഴുവൻ നാണക്കേടും കർണാടക ഗവൺമെൻറ്റിനും അവിടുത്തെ പോലീസിനും തന്നെയാണ്. എങ്കിൽ പോലും നമ്മുടെ ആ സംസ്ഥാനം ഭരിക്കുന്ന കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ഏത് മിനിസ്റ്ററുടെ ആയാലും ശരി, സെൻട്രൽ ഗവൺമെൻറ്റായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടേക്ക് വേണ്ട എക്യുപ്മെൻറ്റ്സ് കൊണ്ടുവന്നാലേ അവിടുത്തെ ഈ രക്ഷാദൗത്യം പൂർത്തിയാവുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആവശ്യമായ എക്യുപ്മെൻറ്റ്സ് അവിടെ ഇല്ല എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇത് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊരു കോൺട്രാക്ട് വർക്ക് നടത്തുന്നതിനുള്ള സംവിധാനങ്ങൾ മാത്രമേ ഉള്ളൂ. രക്ഷാദൗത്യത്തിന് ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ് ഇനിയും വളരെ ഏറെയാണ്. അതുകൊണ്ട് അവർ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എത്രയും പെട്ടെന്ന് പട്ടാളത്തിൻ്റെ ശ്രദ്ധയോടെ കൊണ്ടുവന്ന് പട്ടാളത്തിനിറക്കിയിട്ട് ദ്രുതഗതിയിലുള്ള ഒരു സംവിധാനം നടത്തണം എന്നാണ് എനിക്ക് വിനീതമായി അപേക്ഷിക്കാനുള്ളത്. അർജുൻ എവിടെ എന്നുള്ള ആകാംക്ഷയിൽ തന്നെയാണ്. പ്രാർത്ഥനകൾ സഫലമാകട്ടെ എന്നാണ് ഓരോ കേരളീയനും ആഗ്രഹിക്കുന്നത്. അതിനനുസരിച്ചുള്ള രക്ഷാപ്രവർത്തനങ്ങൾ തന്നെയാണ് പുരോഗമിക്കുന്നത്. ശ്രീ സതീഷ് ഗോപി, ഇവിടെ ദേശീയപാത രൂപീകരിക്കുന്നത് മുതൽ പാലിക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ പലയിടത്തും പാലിക്കുന്നില്ല എന്നുള്ളതൊരു പ്രധാന ആരോപണം തന്നെയാണ്. ഒരുപക്ഷെ അതിലേതെങ്കിലും രീതിയിലുള്ള അപ്രായോഗികതയുണ്ടോ? കാരണം നൂറുകണക്കിന് കിലോമീറ്ററുകൾ നീളുന്ന ദേശീയപാത, വലിയ ചിലവ്, ഇതൊക്കെയാണോ ഇതിൻ്റെ അപ്രായോഗികത? അതല്ല, ഒരു ദേശീയപാത രൂപീകരിക്കുമ്പോൾ തന്നെ പാതാ നവീകരണത്തോടൊപ്പം ഇത്തരത്തിൽ വശങ്ങളിൽ പാലിക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ കൃത്യമായി പാലിച്ചിരിക്കണം എന്നുള്ള നിഷ്കർഷയോടുകൂടി തന്നെയാണോ ദേശീയപാത അതോറിറ്റി ഇത്തരം രൂപകൽപ്പന ചെയ്യുന്നത്? തീർച്ചയായും ഒരു പാത ഡിസൈൻ ചെയ്യുമ്പോൾ ആ പാത ഏതൊക്കെ സ്ഥലങ്ങളിലൂടെയാണ് പോകുന്നത്, ആ സ്ഥലങ്ങൾക്കുള്ള പ്രത്യേകത എന്താണ്, അവിടുത്തെ മണ്ണ് എങ്ങനെയാണ്, അവിടെ നദി അടുത്തുണ്ടോ, ഏതെങ്കിലും വാട്ടർ ബോഡി അടുത്തുണ്ടോ, പിന്നെ അവിടുത്തെ മണ്ണിൻ്റെ ഘടന എങ്ങനെയാണ്, അത് ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ എടുക്കേണ്ട പ്രത്യേക കാര്യങ്ങൾ, അവിടെ കൈക്കൊള്ളേണ്ട പ്രത്യേക നടപടികൾ കൈക്കൊള്ളുന്നുണ്ടോ, ഇതെല്ലാം നോക്കിക്കൊണ്ടാണ് ഒരു ദേശീയപാത പുതുതായിട്ട് രൂപം കൊടുത്ത് കൊണ്ടുപോകുന്നത്. ഒരു ദേശീയപാത അതോറിറ്റി ചെയ്യുമ്പോൾ അതിലെല്ലാം വളരെ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരുണ്ട്. അതിന് ചില നിയമങ്ങളുണ്ട്. അത് കേന്ദ്രത്തിൻ്റെ പ്രത്യേക മാർഗനിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങളെല്ലാം പാലിച്ചുകൊണ്ടേ പോകാൻ പറ്റുള്ളൂ. അതിനൊപ്പം തന്നെ
ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഇതുപോലെയുള്ള കാര്യങ്ങൾക്കും മാർഗനിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആ മാർഗനിർദ്ദേശങ്ങളും കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇതെല്ലാം മോണിറ്റർ ചെയ്യുന്നതിൽ, എൻ്റെ അഭിപ്രായത്തിൽ മോണിറ്റർ ചെയ്യുന്നതിൽ വീഴ്ച വന്നിട്ടുണ്ടോ? ദേശീയപാത അതോറിറ്റി ഇതൊക്കെ ചെയ്യുന്നതിൽ എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ? അതുപോലെ കുറച്ച് മുമ്പേ പറഞ്ഞു ഇവിടെ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരില്ല എന്ന്. നോക്കിയേ, നമുക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങളിൽ നിന്ന് തന്നെ കാണാം, എല്ലാം വളരെ മന്ദഗതിയിലാണ് നടക്കുന്നത്. ഒരു കോർഡിനേഷൻ ഇല്ല. വളരെ പെട്ടെന്ന് ഒരു മനുഷ്യജീവനാണ് വളരെ വില നമ്മൾ എത്ര വില കൊടുത്തിരുന്നാലും അതിന് മുകളിലാണ് ഒരു മനുഷ്യജീവൻ്റെ വില. ആ മനുഷ്യജീവനെ, അയാളെ അർജുനെ എന്താ പറയുന്നത്, ജീവനോടെ കണ്ടെത്താൻ കഴിയട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രമം നടത്തേണ്ടത്. ശ്രീ സതീഷ് ഗോപി, ദുഃഖകരമായ ഒരു വാർത്ത എന്ന് പറയുന്നത് നമ്മൾ അർജുൻ്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. കാരണം മലയാളി ആയതുകൊണ്ട്. ഒരു തമിഴ്നാട് സ്വദേശി കൂടി ഇതിൽ പെട്ടിട്ടുണ്ട്. 2 ട്രക്കുകളാണ് ഗംഗാവാലി നദിയിലൂടെ ഒഴുകിപ്പോയത്. ഗ്യാസ് ടാങ്കറുകളാണ്. വാതക ചോർച്ച ഉണ്ടായി എന്നുള്ള സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഭാഗത്തു നിന്നും ആളുകളെയൊക്കെ ആദ്യം ഒന്ന് ഒഴിപ്പിക്കുന്നൊരു നടപടിയിലൊക്കെ സർക്കാർ കടന്നിരുന്നു. അതുമാത്രമല്ല, ഇതിനോട് ചേർന്ന് ഒരു ചെറിയ ചായക്കടയുണ്ടായിരുന്നു. അതിലെ അന്തേവാസികളെ കാണാനില്ല. അവിടെ മറ്റാരെങ്കിലുമൊക്കെ ഡ്രൈവേഴ്സ് അടക്കമുള്ളവർ വന്നിരുന്നു. ഇതിനൊന്നും ഒരു കൃത്യമായ കണക്ക് ഇപ്പോഴും കർണാടക സർക്കാർ നൽകുന്നില്ല എന്നുള്ളതാണ് അങ്ങേയറ്റം ദുഃഖിപ്പിക്കുന്ന ഒരു വസ്തുത. മാത്രമല്ല, ഈ നദിയിൽ നിന്നും 7 ഡെഡ് ബോഡീസ് കണ്ടെടുത്തു, മൃതദേഹങ്ങൾ കണ്ടെടുത്തു എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. കുറേയധികം ആൾക്കാർ ഡെഡ് ബോഡി താഴോട്ട് ഒഴുകിപ്പോയി എന്നും പറയുന്നുണ്ട്. ഇതിലൊന്നും വ്യക്തതയില്ല. അപ്പോൾ ആർക്കും ഒന്നും അറിയില്ല. ആ കൊടുക്കുന്ന ഫിഗറുകൾ സത്യമാണോ ഇല്ലയോ എന്നുള്ളത് പ്രേക്ഷകരായ നമുക്കും, അതായത് ഇവിടുത്തെ ഇന്ത്യയിലെ പൗരന്മാർക്ക്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും ഒരു വ്യക്തതയില്ല. അത്ര നിസ്സാരമായിട്ടാണോ ഇതെല്ലാം കണക്കാക്കുന്നത്, ഇതെല്ലാം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നത്, ഒരു സർക്കാർ സംവിധാനം മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ അതുപോലെയുള്ള ഏജൻസിയുടെ സംവിധാനം മുന്നോട്ട് പോകുന്നത് എന്ന് ചോദിച്ചാൽ കൃത്യമായ ഒരു ഉത്തരം നൽകാൻ കഴിയുന്നില്ല. ഒരു ദുരന്തം നടന്നു, മണിക്കൂർ 100 കഴിഞ്ഞു. ഈ പറഞ്ഞ ലോറി ഇതിനകത്ത് ഗ്യാസ് ടാങ്കർ ഇതിനകത്ത് ഒഴുക്കിൽപ്പെട്ടിട്ടുള്ളതായിട്ട് റിപ്പോർട്ട് വന്നു. മറ്റ് വാഹനങ്ങൾ ഇതിൽ ഒഴുക്കിൽപ്പെട്ടതായിട്ട് റിപ്പോർട്ട് വന്നു. ഇതിനടുത്തുള്ള ചായക്കട നടത്തിയിട്ടുള്ള ആൾക്കാർ ഈ നദിയിൽ വീണു, അങ്ങനെയുള്ള റിപ്പോർട്ട് വന്നു. എത്ര പേർ ഇനിയും മണ്ണിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്? വ്യക്തമായ ഉത്തരവില്ല. എവിടെയാണ് കുടുങ്ങിക്കിടക്കുന്നത്? ഉത്തരമില്ല. ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തോ കൃത്യമായ സ്ഥലം? കൃത്യമായ ഉത്തരം ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്നേ പറയാനൊക്കെ ഉള്ളൂ. അപ്പോൾ എവിടെയൊക്കെ വീഴ്ച വരുന്നു? നമുക്കൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ ദുരന്തം ഇങ്ങനെയാണോ നമ്മൾ സമീപിക്കേണ്ടത്? ഇതൊരു എന്താ പറയുന്നത്, ഇതിൻ്റെ ഈ ദുരന്തത്തിൻ്റെ എക്സ്റ്റൻറ്റ് നോക്കുമ്പോൾ അത് ഒരു വലിയ ദുരന്തമായിട്ട് ഇനിയും മാറാനുള്ള ചാൻസസ് ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നു. ഇപ്പം നമ്മുടെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മുന്നിൽ അർജുനാണ്. അതേപോലെ തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാർ, കർണാടകയിലെ ആൾക്കാർ, ഇവരെക്കുറിച്ചൊന്നും നമ്മളിപ്പോൾ അധികം വിഷമിക്കുന്നില്ല. നമ്മൾ കേരളത്തിൻ്റെ ആൾക്കാർ. പക്ഷേ ഇന്ത്യയിലെ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആലോചിക്കുമ്പോൾ എത്ര പേരുടെ ജീവനാണ് ഇതുകൊണ്ട് പന്താടുകയാണോ എന്ന് ചോദിക്കും. ഈ അപകടത്തിൽപ്പെട്ട ആൾക്കാരെല്ലാം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ ഈ അപകടത്തിൽപ്പെട്ടത്? ഒന്ന് ആലോചിക്കൂ. അവരൊന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിയമം അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു ലാൻഡ് സ്ലൈഡ് വന്ന് അവർക്ക് അപകടം സംഭവിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ആരാണ്? ഇവർക്കെല്ലാം ഇനി കുറച്ച് കോമ്പൻസേഷൻ കൊടുക്കുമായിരിക്കും, അല്ല മറ്റു കാര്യങ്ങൾ ചെയ്യുമായിരിക്കും. അതുകൊണ്ടൊക്കെ നഷ്ടപ്പെട്ട ജീവനുകൾ തിരിച്ചു കിട്ടുമോ? ഒരിക്കലുമില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ വളരെ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതാണ്, കൃത്യമായി മോണിറ്റർ ചെയ്യേണ്ടതാണ്. നമ്മുടെ ദേശീയ ദുരന്ത അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുള്ള ആക്ട് പ്രകാരമുള്ള കാര്യങ്ങൾ ഓരോ സംസ്ഥാനവും കൃത്യമായിട്ട് നിർവഹിക്കേണ്ടതാണ്. അത് മാത്രമല്ല, ഇപ്പം നമ്മളിപ്പോൾ പിന്നീട് ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ആ പാഠം എടുത്ത് നോക്കുമ്പോൾ അതിലെ 4 പാലങ്ങൾ എന്ന് പറയുന്നത് പ്രിവെൻഷൻ, പ്രിപ്പയർഡ്നെസ്, റെസ്പോൺസ്, റിക്കവറി എന്നാണ്. അതായത് ഒരു ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് ആ ദുരന്തം ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? അതുപോലെ ആ ദുരന്തം ഉണ്ടാവുകയാണെങ്കിൽ അത് ഫേസ് ചെയ്യാനുള്ള കാര്യങ്ങൾ, അതിൻ്റെ ആഘാതം കുറച്ചു കൊണ്ടുവന്ന് അതിൽ നിന്ന് വളരെ പെട്ടെന്ന് നമുക്ക് റെസ്പോൺസ് കൊടുക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടോ? ഇതെല്ലാം കഴിഞ്ഞ് ആ ദുരന്തത്തിലുള്ള ആൾക്കാരെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തി എടുക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടോ? ഇതെല്ലാം കഴിഞ്ഞ് ഈ ദുരന്തം നടന്ന സ്ഥലം സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഈ 4 തൂണുകളാണ്
മെയിൻ തൂണുകൾ. ഇതിൽ നമ്മൾ ഓരോ ദുരന്തം ഉണ്ടാകുമ്പോഴും ഇതിൽ നമ്മൾ ഈ ഓരോ തൂണുകളിലും, അതായത് പ്രധാനപ്പെട്ട കാര്യങ്ങളിലും നമ്മൾ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് ചോദിച്ചു നോക്കിയാൽ അവിടെയാണ് നമ്മുടെ ഏറ്റവും വലിയ വീഴ്ച നമ്മൾ കാണുന്നത്. അതായത് ആദ്യഘട്ടം മുതൽ തന്നെ നിഷ്ക്രിയമായ പെരുമാറ്റം തന്നെയാണെന്ന് പറയേണ്ടി വരും. ശ്രീ സുന്ദരരാജൻ, അദ്ദേഹത്തിന്റെ അർജുന്റെ സഹപ്രവർത്തകനായ ശ്രീ മനാഫ് നമ്മളോട് പറയുകയുണ്ടായി, ഈ യാത്ര ചെയ്യുന്ന വേളയിൽ ഇങ്ങനെ സുരക്ഷിതമായ സ്ഥലത്ത് പാർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ കർണാടകത്തിൽ ഒരു ഭാഗത്തും പറ്റില്ല, കാരണം ഭൂരിഭാഗം പ്രദേശങ്ങളും ഇത്തരത്തിൽ തന്നെയാണ് എന്നാണ്. അതായത് ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെയാണ് ഇവർ പലപ്പോഴും യാത്ര ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ് വസ്തുത. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ അടക്കം അതിനുപോലും പരിമിതികൾ ഉള്ളതാണ് അവിടെ എത്തിച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് 4 മീറ്റർ അളവിൽ മാത്രം മെറ്റൽ ഡിറ്റക്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ളതാണ്. ഇതിലും അത്യാധുനിക സൗകര്യങ്ങൾ ഉള്ളതുണ്ട്. പക്ഷെ അതൊന്നും അവിടേക്ക് എത്തിക്കാൻ ആരും മെനക്കെടുന്നില്ല. സൈന്യത്തിന്റെ സേവനം ഏറ്റവും നിർണായകമാകുമായിരുന്നു ഒരുപക്ഷെ സൈന്യത്തിന്റെ സേവനം, കാരണം അവർ ഈ മേഖലകളിലൊക്കെ പ്രവർത്തിച്ചവരാണ്. അവരുടെ സേവനം ആവശ്യപ്പെടുന്നില്ല. ഇങ്ങനെ ചെറിയ മണ്ണുമാന്തി യന്ത്രങ്ങൾ കൊണ്ടുവന്ന് വളരെ മന്ദഗതിയിൽ മണ്ണുമാന്തി അവിടെയുള്ളവർ പറയുന്നത് ഞങ്ങൾ രക്ഷാദൗത്യത്തിൽ ഏർപ്പെടുന്നവർക്കും ജീവന് ഭീഷണിയുണ്ട്, തുടർന്നും മണ്ണിടിച്ചിലുണ്ടാകുമെന്നൊക്കെയാണ്. പക്ഷേ ഇത്തരത്തിൽ മന്ദഗതിയിൽ ഈ ജീവനുകൾ അകത്ത് കിടക്കുമ്പോൾ ഒരാളെയെങ്കിലും നമുക്ക് രക്ഷപ്പെടുത്താം എന്ന് കരുതുന്നതിന് പകരം ഇതൊരു സ്ഥിരം പതിവാണ് എന്നുള്ള രീതിയിൽ പോകുന്ന ലാഘവത്വമാണ് നമ്മൾ ഈ മണിക്കൂറുകളിൽ കാണുന്നത്. അതെ, ഈ ലോകമെമ്പാടും ഇപ്പോൾ ഈ കാലാവസ്ഥ വ്യതിയാനം വന്നതോടുകൂടി കാര്യങ്ങളെല്ലാം ഒത്തിരി നമ്മൾ ഈ ഓരോ ഇൻഫ്രാസ്ട്രക്ചറിനും അതിന് മാറ്റങ്ങൾ വരുത്തണം. ഉദാഹരണമായിട്ട് ഇന്ത്യയിൽ റോഡുകൾ ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ റോഡ് കോൺഗ്രസിൻ്റെ ഡിസൈൻ സ്റ്റാൻഡേർഡ്സാണ് IRC കോഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ സ്പെസിഫിക്കേഷൻ ഇതെല്ലാം ഉണ്ട്. ഇന്നിപ്പോൾ ലോകത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ എല്ലാ രാജ്യങ്ങളിലും ഇതെല്ലാം റിവൈസ് ചെയ്യാണ്. കാരണം എന്താ വെച്ചാൽ ഇന്നലെ വരെയുള്ള രീതിയിലല്ല ക്ലൈമറ്റ് ബിഹേവ് ചെയ്യുന്നത്. നമ്മൾ ഒരു കൾവേർട്ട് ഡിസൈൻ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജ് ഡിസൈൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പ്രത്യേക രീതിയിലുള്ള സിറ്റുവേഷന് വേണ്ടിയാണ്. പക്ഷേ ഇന്ന് ഈ ക്ലൈമറ്റ് ചേഞ്ച് വന്നതോടുകൂടി ഇതെല്ലാം മാറ്റം വരുത്തണം. അപ്പോൾ അതിനെ ക്ലൈമറ്റ് റെസിലിയൻ ഇൻഫ്രാസ്ട്രക്ചർ എന്നാണ് പറയുക. അപ്പോൾ നമുക്കിവിടെ ആവശ്യം എന്ന് വെച്ചാൽ ഇപ്പോൾ മനാഫ് പറഞ്ഞ പോലെ എവിടെയും നിർത്താൻ പറ്റില്ല, എല്ലായിടത്തും ഇതാ പ്രശ്നം എന്ന് പറഞ്ഞാൽ. കാരണം എന്ന് വെച്ചാൽ ഒരു സ്ഥലവും നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളൊന്നുമില്ല. അത് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലൈമറ്റ് റെസിലിയൻ റോഡ് വേണം. ഈ ക്ലൈമറ്റ് റെസിലിയൻ റോഡ് വേണമെങ്കിൽ വി ഹാവ് ടു നമ്മളെന്ത് ചെയ്ത് ഇതിനെ റിവൈസ് ചെയ്ത് ഇതിനെ പുതിയ സ്റ്റാൻഡേർഡിലേക്ക് ഈ റോഡുകളും ഈ വളരെ എന്താ പറയുക ഈ ലാൻഡ്സ്ലൈഡൊക്കെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള അപകട സാധ്യതയുള്ള സ്ഥലങ്ങൾ മുഴുവൻ നമ്മൾ റീഡിസൈൻ ചെയ്ത് ഇതിനെ അനുകൂലമാക്കി എടുക്കണം. ഭാവിയിലുള്ള അടുത്ത 10, 20, 30 വർഷങ്ങളിൽ നമ്മൾ ഈ കാലാവസ്ഥ വളരെ വളരെ മോശമായ രീതിയിലാണ് ഉണ്ടാവുകയെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അതിനെ ഡിസൈൻ ചെയ്തെടുക്കണം. ഇത് എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. ഈ സ്റ്റാൻഡേർഡുകൾ ഡെവലപ്പ് ചെയ്യുന്നേ ഉള്ളൂ. പക്ഷേ എങ്കിലും ഇന്ത്യയിൽ നാഷണൽ ഹൈവേ ഈ രീതിയിൽ ഒരു എഫേർട്ട് എടുക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ സ്റ്റേറ്റ് ഹൈവേയിലും കേരളത്തിൽ നമ്മൾ കുറേ അധികം മുന്നോട്ട് പോയിട്ടുണ്ട് ഈ കാര്യത്തിൽ. ക്ലൈമറ്റ് റെസിലിയൻ റോഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് സ്റ്റാൻഡേർഡ്സ് സ്പെസിഫിക്കേഷൻ ഇന്നലെ വരെയുള്ള കൾവേർട്ടിൻ്റെ സൈസല്ല നമ്മൾ ഇന്ന് കൊടുക്കുന്നത്. കാരണം വി ആർ ട്രൈങ് ടു സീ മച്ച് മോർ വേഴ്സ്റ്റ് സിറ്റുവേഷൻ, അതായത് വേഴ്സ്റ്റ് കേസ് സിനാരിയോ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ റോഡ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. ഈ വെസ്റ്റേൺ ഘട്ടിലൂടെ പോകുന്ന ഈ റോഡുകൾ, പ്രത്യേകിച്ച് ഈ നാഷണൽ ഹൈവേ, വളരെ വിശദമായിട്ടൊരു പഠനം നടത്തിയിട്ട് ഇതിനെ കംപ്ലീറ്റ് റീസ്റ്റാൻഡേർഡൈസിൽ അനുസരിച്ച് പുതിയ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഡിസൈൻ ചെയ്തെടുക്കണം എന്ന് മാത്രമല്ല ഇൻഫർമേഷൻ ബോർഡ്സ്, പാർക്കിംഗ് ഏരിയ, വെൽ ഡിസൈനായിട്ട് പാർക്കിംഗ് ഏരിയാസ്, ഇതെല്ലാം നമ്മൾ വ്യക്തമായി സേഫ് ഐഡൻറ്റിഫിക്കേഷൻ വേണം. അതുപോലെ ഈ ചായക്കടം, റെസ്റ്റോറൻറ്റ് ഇതൊക്കെ വെക്കുന്ന സ്ഥലത്ത് കൂടുതൽ വണ്ടികൾ പാർക്ക് ചെയ്യും. അവിടെ അത് ഇസ് ഇറ്റ് സേഫ്? അവിടെ ബിസിനസ്സിന് നന്നായിരിക്കാം, പക്ഷേ ഇസ് ഇറ്റ് സേഫ് ടു പാർക്ക് ദെയർ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ ചെറിയ ധാബകളും അല്ലെങ്കിൽ ചായക്കടകളൊക്കെ നിർത്തുന്നത് അത് എവിടെ വേണം എന്ന് പോലും നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ട്. കാരണം വളരെ വ്യക്തമാണ് ഈ സ്ഥലത്തൊക്കെ ഇത്രയധികം വണ്ടികൾ വന്നാൽ, അതുപോലെ ഒന്നിച്ച് ഇത്രയധികം മേഘവിസ്ഫോടനമൊക്കെ വരുമ്പോൾ ഇതെല്ലാം കൂടി ഒലിച്ചു പോകും. അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ നമുക്ക് യാതൊരു റെസ്ട്രിക്ഷൻസും ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെ, ശ്രീ രവീന്ദ്രൻ, മനാഫിനുണ്ടായ ദുരനുഭവം, രഞ്ജിത്ത് ഇസ്രായേലിനുണ്ടായ ദുരനുഭവമൊക്കെ നമ്മൾ കണ്ടതാണ്. കേരളത്തിൽ നിന്ന് സ്വമേധയാ രക്ഷാപ്രവർത്തനത്തിനായി ഇറങ്ങി അവിടെ ദുരന്തമുഖത്ത് എത്തുമ്പോൾ പോലും അവിടെ നിന്നുണ്ടാകുന്ന ഒരു പ്രതികരണം എന്ന് പറയുന്നത് വളരെ മോശം സാഹചര്യമായിരുന്നു. കേരളത്തിലെ രാഷ്ട്രീയ ഇടപെടൽ കർണാടക സർക്കാരുമായിട്ടുണ്ടാകണം. രാഷ്ട്രീയമായി തന്നെ ചില കാര്യങ്ങൾ നീക്കേണ്ടിടത്ത് രാഷ്ട്രീയമായി തന്നെ നീക്കേണ്ടതായി വരും. അങ്ങനെ പോകേണ്ടുന്നിടത്തും ഇത്തരത്തിലുള്ള അനാസ്ഥയുണ്ടായി എന്ന് തന്നെയാണോ കരുതേണ്ടത്? കേരളത്തിൽ നിന്നുള്ള, കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും
കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ ആൾക്കാരുടെ ജീവനാണ് വലുത്, തങ്ങളിത് സ്വമേധയ അവിടെ വരുന്നവരെ നിങ്ങൾ അതനുസരിച്ച് വേണം അവരോട് പെരുമാറാൻ, എല്ലാവിധ സഹായങ്ങളും നൽകണം എന്നൊക്കെയുള്ള രീതിയിലുള്ള സന്ദേശങ്ങൾ അയക്കുന്നതിൽ പിഴവ് വന്നു. അതുകൊണ്ടാണ് ഈ മോശം പെരുമാറ്റം ഉണ്ടായത്. സർക്കാരുകൾ തമ്മിൽ ഇപ്പോഴും ഒരു ക്രിയാത്മകമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണോ താങ്കൾ കരുതുന്നത്? തീർച്ചയായും നമ്മുടെ ഗവൺമെൻറ് ഇടപെട്ടിട്ടില്ല എന്നുള്ള പറയാൻ പറ്റില്ല. നമ്മളുടെ ഗവൺമെൻറ്റും അതുപോലെ തന്നെ മീഡിയാസും മറ്റും വേണ്ട 2 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ഇടപെട്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഇപ്പം ഈ നടന്ന രക്ഷാദൗത്യം ഈ വിധത്തിൽ എത്തിയിരിക്കുന്നത്. എന്നാൽ അതിന് ശേഷം ഉദ്യോഗസ്ഥന്മാർ തലത്തിൽ അവരുടെ ഒരു സീക്രട്ടായിട്ട് അല്ലെങ്കിൽ പുറത്തുവിടാൻ പറ്റാത്ത വിധത്തിലുള്ള എന്തോ കാര്യങ്ങൾ നടക്കുന്ന പോലെയാണ്. കാരണം അതെന്താണെന്ന് പറഞ്ഞാൽ അവിടുത്തെ രക്ഷാദൗത്യത്തിന് ആവശ്യമായ സജ്ജീകരണങ്ങൾ അവിടെ ഇല്ല എന്നുള്ളതാണ് ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ മനസ്സിലാവുന്നത്. നമ്മളിവിടെ ഒരു ചെറിയൊരു ഉരുൾപൊട്ടൽ ഉണ്ടായാൽ പോലും ചെയ്യുന്ന ആ ഒരു ലാഘവത്തോടു കൂടിയ പോലും അവരവിടെ ചെയ്യുന്നില്ല. കാരണം വളരെ മോശമായ രൂപത്തിലാണ് നമ്മൾ ഈ ചാനലിൽ കാണുന്ന രക്ഷാദൗത്യം അവിടെ നിറവേറ്റുന്നത്. കാരണം അവിടെ ആവശ്യമായ എക്യുപ്മെൻറ്റ്സ് ഇല്ല. കാരണം ഈ 2 JCB മറ്റോ ഉണ്ടായാലൊന്നും പോരാ, ഒരു 10-20 ഇറ്റാച്ചി അതേമാതിരി തന്നെ അതിനാവശ്യമായ എക്യുപ്മെൻറ്റ്സ് അവിടെ ഉണ്ടായാൽ മാത്രമേ ഇത് ആക്കുള്ളൂ. മനുഷ്യനായിട്ട് മാനുവലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല, അത് മെഷീനറി കൊണ്ട് മാത്രം നടത്താവുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മൾ വീണ്ടും നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിനെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ പട്ടാളം ഇറങ്ങിയിട്ട് അവർ വേണ്ട ദൗത്യം നിറവേറ്റണം എന്ന് പറയുന്നത് നമുക്ക് ഈ അർജുനെ വീണ്ടെടുക്കണം എന്നുള്ള ഒരൊറ്റ ശുഭാപ്തി വിശ്വാസം നമ്മളുടെ മനസ്സിൽ ഇപ്പോഴും കുടിയിരിക്കുകയാണ്. അതായത് ഒരു മെർസിഡീസ് ഭാരത് ബെൻസ് എന്ന് പറയുന്നത് വളരെയധികം ഫെസിലിറ്റീസ് ഉള്ളതാണ്. കാരണം ഒരു കാരണവശാലും അതിൻ്റെ അകത്തുനിന്ന് ഒരാൾക്ക് പെട്ടെന്നൊരു അപകടങ്ങളൊന്നും പറ്റാൻ സാധ്യതയില്ല. പിന്നെ ഈ ലോറീനെ സംബന്ധിച്ചുള്ളത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇതിൽ തടിയാണ് ലോഡാക്കിയിട്ട് ചെയ്തത്. ഈ തടി ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണഗതിയിലുള്ള വിധത്തിലല്ല, ഇതിൻ്റെ പാർശ്വഭാഗത്തേക്ക് എല്ലാ സൈഡിലേക്കും ഒരു 6 ഇഞ്ച് പോലും പുറത്തേക്കായിട്ട് ഇതുണ്ടാവുക. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഈ ലോഡിൻ്റെ കപ്പാസിറ്റിയും ആ ലോഡുള്ള അനുസരിച്ച് ഇതിൻ്റെ വണ്ടിക്ക് യാതൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല. ഇതിൻ്റെ ടോപ്പ് പോലും ക്യാബിന് പോലും അടി പറ്റാത്ത വിധത്തിലാണ്, കുറച്ച് ഉയരത്തിലാണ് ഈ തടികൾ കയറ്റുക. അപ്പോൾ ആ വിധത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് എന്തെങ്കിലും മണ്ണൊക്കെ അടിഞ്ഞ് വീണാൽ തന്നെ ഇതിൽ നിന്നും വലിയൊരു അപാകതയില്ലാത്ത രൂപത്തിൽ മാറിക്കിട്ടും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ വണ്ടിയിൽ AC പ്രവർത്തിക്കുന്നതും അതേമാതിരി തന്നെ ഇദ്ദേഹം മനാഫ് പറഞ്ഞ പോലെ തന്നെ ഈ ലോക്ക് ചെയ്തിട്ടാണ് ഇതിൻ്റെ അകത്ത് കയറുന്നത്. പിന്നെ അതിൻ്റെ അകത്തേക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു സംവിധാനം ഉള്ളതുകൊണ്ട് പെട്ടെന്നൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല. ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടി തന്നെയാണ് നമ്മൾ ഇപ്പോഴും കാത്തിരിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് ഈ രക്ഷാദൗത്യം 24 hours നടത്താനുള്ളൊരു ദൗത്യമാണ് അവിടെ ഉണ്ടാവേണ്ടത്. അതിനുള്ള ശ്രമങ്ങളാണ് അവിടെ വേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള ഗവൺമെൻറ്റിന് അതിനുള്ള ഇച്ഛാശക്തി ഉണ്ടാവണം. അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ അതിലേക്ക് കുറച്ചും കൂടെ പങ്കാളികളാവണം. ഇതേമാതിരി ഒരു രീതിയോ അല്ലെങ്കിൽ സമീപനമോ പാടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതെ, ശ്രീ സതീഷ് ഗോപി, ഇവിടെ സ്വീകരിക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളിൽ വലിയ രീതിയിലുള്ള പാളിച്ചകൾ പറ്റി. പക്ഷേ ഒരു അപകടം ഉണ്ടായപ്പോൾ സ്വീകരിക്കേണ്ട തുടർ നടപടികളിലും വലിയ രീതിയിലുള്ള പാളിച്ചകൾ പറ്റി. നമുക്കറിയാം, ഒരു ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും NDRF സംഘവും ഒക്കെ നിരന്തരം പഠനങ്ങൾ നടത്തുകയും അതനുസരിച്ചുള്ള ട്രെയിനിങ് ഒക്കെ എടുക്കുകയും ചെയ്യുന്നവരാണ്. എന്നാലും ഇപ്പോഴും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ആശ്ചര്യത്തോടു കൂടി നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എന്തുകൊണ്ടാണ് ഈ ആധുനിക കാലത്ത് മാറുന്നത് ഇവരൊക്കെ? ശ്രീമതി രോഹിണി, എനിക്ക് വളരെ പ്രാധാന്യത്തോടുകൂടി പറയാനുള്ളത്, വളരെ നിരാശയോടുകൂടി പറയാനുള്ളത്, ഒരു അപകടമുണ്ടാവുമ്പോൾ, ഒരു ദുരന്തമുണ്ടാവുമ്പോൾ അവസാനം നമ്മുടെ ആർമിയെ തന്നെ, സേനയെ തന്നെ വിളിക്കേണ്ട ഒരു ഗതികേടിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മുടെ ഭാഗത്ത് വീഴ്ചയുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ നേരത്തെ ഇദ്ദേഹം പറഞ്ഞ പോലെ, ശ്രീ രവീന്ദ്രൻ പറഞ്ഞതുപോലെ, അവിടെ വളരെ എഫക്റ്റീവായിട്ട് മണ്ണ് നീക്കാൻ കഴിയുന്നില്ല. നമ്മുടെ രാജ്യത്ത് വളരെ ഫാസ്റ്റായിട്ട് വളരെയധികം മണ്ണ്
1 മണിക്കൂർ കൊണ്ട് നീക്കേണ്ട കൂറ്റൻ യന്ത്രങ്ങളുണ്ട്. ആ യന്ത്രങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലം എന്ന് പറയുന്ന അതിലൊരു ഭാഗമാണ് ബാംഗ്ലൂർ, ഈ കർണാടകയിലുള്ള ഭാഗം. ആ യന്ത്രങ്ങൾ അവിടെ എത്തിച്ച് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് അത് ഏകോപിപ്പിക്കാൻ അവിടെ കഴിയുന്നില്ല എന്നുള്ളതാണ് ശ്രീ രവീന്ദ്രൻ്റെ വാക്കുകളിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത്. ഏതിനും എന്തിനും സൈന്യം എത്തണം അവസാന നടപടി എന്നുള്ള നിലയിൽ. അങ്ങനെ നോക്കുമ്പോൾ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയിട്ടും ഇത്തരം കാര്യങ്ങളും സൈന്യം ചെയ്യും. പക്ഷേ ഏതിനും എന്തിനും സൈന്യം എത്തണം എന്നൊരു നിലപാടിലോട്ട് നമ്മൾ പോകുന്നത് നമ്മുടെ ഭാഗത്തുള്ള വീഴ്ചയാണ്. നമ്മുടെ എൻജിനീയറിംഗ് മേഖലയിൽ, അതായത് സാങ്കേതിക മേഖലയിലുള്ള വീഴ്ചയും അതേപോലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കൈകാര്യം ചെയ്യുന്നതിൽ നമുക്കുണ്ടാകുന്ന വീഴ്ചയുമാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. അത് ശ്രീമതി രോഹിണി പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ പോകുന്നെങ്കിൽ നാളെ നമുക്കിവിടെ ഒരു പെട്ടെന്നൊരു അതിശക്തമായ മഴയോ അല്ലെങ്കിൽ ഒരു സുനാമിയോ അല്ലെങ്കിൽ ഒരു ചുഴലിക്കൊടുങ്കാറ്റോ ഉണ്ടാകുമ്പോൾ വീണ്ടും ചരിത്രം ഇതുപോലെ തന്നെ ആവർത്തിക്കില്ലേ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ഉത്തരം നൽകും? പറയൂ, നമ്മൾ എന്ത് ഉത്തരം നൽകും? നമ്മുടെ ജനം, അതായത് ജനം നികുതി കൊടുക്കുന്നുണ്ട്, ആ ജനത്തിൻ്റെ സ്വത്തിനും ജനത്തിൻ്റെ ജീവനും സംരക്ഷണം നൽകേണ്ടതാണ് ഒരു സർക്കാരിൻ്റെ, ഒരു ഗവൺമെൻറ്റിൻ്റെ കടമ. ആ കടമയിലും ആ ഉത്തരവാദിത്വത്തിലും നിന്നുകൊണ്ടാണ് ഇതുപോലെ ദേശീയ ദുരന്ത അതോറിറ്റിയും അല്ലെങ്കിൽ ഓരോ സംസ്ഥാനത്തും അതിൻ്റെ സെൻറ്ററുകളും സ്ഥാപിക്കുന്നത്. ഒരു ദുരന്തമുണ്ടായാൽ എത്രയും പെട്ടെന്ന് ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി കുറച്ച് എത്രയും കൂടുതൽ ജീവനുകളെ രക്ഷപ്പെടുത്തിയെടുക്കുക. പക്ഷേ നമുക്ക് ഇപ്പോൾ ഈ സമീപകാലത്ത് നടന്ന സംഭവങ്ങളെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇത് വളരെ എഫക്റ്റീവായിട്ട് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ഉത്തരം നൽകും? അതെ, തീർച്ചയായും സംവിധാനത്തിലെ പാളിച്ചകൾ ഇപ്പോഴുമുണ്ട്. ഓരോ മണിക്കൂറും വിലപ്പെട്ടതാണ്. അതിൻ്റെ പ്രാർത്ഥനയിൽ തന്നെയാണ് അർജുൻ്റെ കുടുംബവും നമ്മളെല്ലാവരും. പ്രതീക്ഷയുടെ പൊൻകിരണങ്ങളുള്ള മണിക്കൂറുകൾ തന്നെ ഇനിയും വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം, പ്രാർത്ഥിക്കാം. ജനം ഡിബേറ്റിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ.